നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയത്. ഒരു 4-5 ഓൺലൈൻ ലെക്ചേഴ്സ് ഭാരതചന്ദ്രിക എന്ന പേരിൽ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്നിവിടെ പ്രത്യക്ഷത്തിൽ തന്നെ നേരിട്ട് തന്നെ ഓൺലൈനിൽ നിന്ന് മാറി ഓഫ്ലൈനായിട്ട് തന്നെ ഇവിടെ വരാൻ ഒരു അവസരമുണ്ടായി. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് മഹാഭാരതവുമായി ബന്ധപ്പെട്ട ചില ക്ലിഷ്ടത ഉള്ള ചോദ്യങ്ങൾ സാറായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. എല്ലാവർക്കും അമ്മയുടെ ധ്യാനശ്ലോകം ചൊല്ലിയിട്ട് തുടങ്ങാം. ധ്യായാമോദവകൊണ്ടനവധി ധാപാകവിലോകിനി ഭഗവതി മന്ദസ്മിത ശ്രീമുഖി സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശമാംഗീം അമൃതാനന്ദാത്മികാമീശ്വരി. ശ്രീ ഈശ്വരൻ നമ്പൂതിരി സാറിനെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ സൂരജ് സുബ്രഹ്മണ്യത്തെ ക്ഷണിക്കുന്നു. ഓം അമൃതീശ്വരി നമഃ. നമ്മളിന്ന് ഇവിടെ മഹാഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. മഹാഭാരത മഥനം എന്നുള്ള ഒരു പേരിലാണ് നടക്കുന്നത്. മഥനം എന്ന് പറഞ്ഞാൽ തന്നെ മഥിച്ചതെന്ന്, ഇപ്പം സമുദ്രമഥനം, പാലാഴി മഥനമൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതായിട്ട് പറയുന്നുണ്ട്. കൽപ്പവൃക്ഷം, കാമധേനു, അങ്ങനെ പലതിനെയും ഉച്ചൈസ്രവസിനെയൊക്കെ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഭാരതത്തെ ഭാരതത്തിൽ നിന്നുള്ള എല്ലാ അമൂല്യ വസ്തുക്കളെയും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. മഹാഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതം തന്നെ മഹാഭാരതത്തിനെ പരിചയപ്പെടുത്തുന്ന മഹത്വാത് ഭാരവത്വച്ച മഹാഭാരതം ഉച്ചത, മഹത്വം കൊണ്ടും അതിൻ്റെ ആ ഭാരം കൊണ്ടും അതിനെ മഹാഭാരതം എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത്രയും മഹത്വമുള്ള, അത് കേവലം ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ ഭാരം മാത്രമല്ല, അത്രയും ഗഹനമായിട്ടുള്ള, അത്രയും വിപുലമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. തത്വചിന്തയായാലും ലോകപ്രസിദ്ധമായിട്ടുള്ള ഭഗവത്ഗീത അടക്കമുള്ള തത്വചിന്താപരമായിട്ടുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ട്. മാത്രമല്ല രാഷ്ട്രതന്ത്രമാവട്ടെ, ഇന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ടായി അഹിംസയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ എല്ലാം നിറഞ്ഞ വലിയൊരു വിജ്ഞാന ഭണ്ഡാകാരം, മനുഷ്യരാശിയുടെ മുഴുവൻ അറിവുകളുടെ ഒരു വലിയ മഹാസമുദ്രമാണ് മഹാഭാരതം. അപ്പം അതിനെ മഥിച്ച് അതിൽ നിന്നുള്ള വലിയ അറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ, ആ മഥിക്കണമെങ്കിൽ അത്രയും വലിയ, ഇപ്പം പാലാഴിമഥനം നടത്തിയപ്പം നമുക്ക് വാസുകി വേണ്ടി വന്നു, മന്ധരപർവ്വതം വേണ്ടി വന്നു, അതിനെ താങ്ങി നിർത്താൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ വേണ്ടി വന്നു ആമയായിട്ട്. അപ്പം അതുപോലെ അതിൽ പണ്ഡിതനായിട്ടുള്ള ഒരാളെ ഈശ്വരകൃപ കൊണ്ട്, അമ്മയുടെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു എന്താ പറയുക ഭാഗ്യമായി കരുതുന്നു. കാനപ്പുറം ഈശ്വരൻ നമ്പൂതിരി സാർ, അദ്ദേഹം അധ്യാപകനാണ്. കൂടാതെ മഹാഭാരതം, രാമായണം, അതുപോലെ തന്നെ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ഇതിലെല്ലാം പഠനങ്ങൾ നടത്തിയിട്ടുള്ള, അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആചാര്യനാണ്. കൂടാതെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവി അദ്ദേഹം വഹിക്കുന്നു. കൂടാതെ ആധ്യാത്മിക സംഘടനയുടെ ആധ്യാത്മിക പ്രഭാഷക സമിതിയുടെ അധ്യക്ഷനാണ്, കേരള സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെ ജ്യോതിഷത്തിലും ജ്യോതിർഗണിതത്തിലുമൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമഃ. അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്യാമ്പസിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വൈദിക വാങ്മയത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഹാഭാരതത്തിൻ്റെ വിചാരം ചെയ്യാൻ സാധിച്ചത് വളരെയധികം ഒരു ജീവിത സാഫല്യമായിട്ട് കാണുന്നു. മഹാഭാരതത്തിൻ്റെ ധർമ്മദർശനം മുതലായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് ഓൺലൈനായിട്ട് ചില സംവാദങ്ങളിൽ പങ്കെടുത്തു. അപ്പം അതിൻ്റെ ആവർത്തനം ആഗ്രഹിക്കുന്നില്ല. ചില വിഷയങ്ങൾ ഒരുപക്ഷെ
ആവർത്തനം വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും ഇവിടെ ഈ ഭാരത മഥനം എന്ന് പറയുന്ന ഒരു വിഷയം തന്നതുകൊണ്ട് പ്രധാനമായിട്ടും മഹാഭാരതത്തിൽ നടന്ന ഒരു മഹായുദ്ധം, കുരുക്ഷേത്ര ഭൂമിയിൽ 18 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മഥനം ആണ് വിചാരിക്കുന്നത്. നമുക്കറിയാം, മഹാഭാരതം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. നമുക്ക് വാൽമീകി രാമായണമോ അല്ലെങ്കിൽ ഭാഗവതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളോ വായിക്കുന്നത് പോലെ ലളിതമായിട്ട് വായിച്ചു പോയി വിലയിരുത്താൻ മഹാഭാരതത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അതിലെ കഥാപാത്രങ്ങൾ പലരും നമുക്ക് പിടിതരില്ല. മഹാഭാരതത്തിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് നമുക്ക് പിടിതരാതെ വഴുതി മാറിക്കളയും. ചില കഥകളും കഥാസന്ദർഭങ്ങളും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഈ ഉലയ്ക്കുകയും പല ചോദ്യങ്ങൾക്കും ഉത്തരം ബാക്കിയാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ മഹാഭാരതത്തിലെ ഓരോ കഥയും ഓരോ കഥാപാത്രവും നമ്മുടെ പഠനത്തിന് വിധേയമാകുന്ന സമയത്ത് മഹാഭാരതത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അതായത് ഒരു ഭണ്ഡാരപ്പുര തുറക്കുന്നതിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലുണ്ടാവണം. ആ താക്കോല് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ താക്കോല് എനിക്ക് തോന്നുന്നത് വേദം തന്നെയാണ് ഇതിൻ്റെ താക്കോല്. വേദത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, കാരണം ഈ വേദങ്ങളുടെ ഉപബൃംഹണം ആണ് ഇതിഹാസങ്ങൾ. വേദങ്ങളുടെ ഇതിഹാസ പുരാണങ്ങളൊക്കെ തന്നെ വൈദികമായ ആശയങ്ങളുടെ ഉപബൃംഹണമാണ്, അതിൻ്റെ വികാസമാണ് എന്ന് പ്രസിദ്ധമാണ്. വേദാർത്ഥത്തിൻ്റെ ഉപബൃംഹണമാണ്. ആ വേദത്തെ വ്യസിക്കുക എന്നുള്ള ധർമ്മമാണ് വ്യാസൻ ചെയ്തിട്ടുള്ളത്. വ്യസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വേദങ്ങളെ 4 പകുത്തു എന്ന് സരളമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ വേദവ്യാസൻ അവതരിക്കുന്നതിന് മുമ്പേ തന്നെ 4 വേദങ്ങളുണ്ടായിരുന്നു. ആദ്യ പർവ്വം നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ശകുന്തള, കണ്വാശ്രമത്തിൽ വളർന്നു വരുന്ന ശകുന്തള 4 വേദങ്ങളും കേട്ടു എന്ന് പറയുന്നു. 4 വേദങ്ങളും മഹർഷിമാർ ചൊല്ലുന്നത് കേട്ടിട്ടാണ് വളർന്നത് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഫലം നമുക്ക് ഈ ശകുന്തള ദുഷ്യന്തനുമായിട്ട് നടത്തുന്ന ഒരു ധർമ്മ സംവാദത്തിൽ കേൾക്കാനും സാധിക്കും. വളരെ ഊർജ്ജസ്വലമായ ഒരു ധർമ്മ സംവാദമാണ് അവിടെ ശകുന്തള കാഴ്ചവെക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ 4 വേദങ്ങൾ ശകുന്തളയുടെ കാലത്ത്, ഭരതൻ്റെ കാലത്ത്, ദുഷ്യന്തൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു, കണ്ണൻ്റെ കാലത്തുണ്ടായിരുന്നു. രാമായണത്തിൽ നമുക്ക് 4 വേദങ്ങളെക്കുറിച്ചുള്ള വാക്യങ്ങൾ ധാരാളമായിട്ട് കേൾക്കാം. അപ്പോൾ വ്യാസന് മുമ്പേ തന്നെ 4 വേദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യാസൻ ചെയ്തത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാനം ചെയ്ത നീലകണ്ഠാചാര്യൻ പറയുന്നത് വ്യാസോ വിസ്താര എന്നാണ്. അത് ഏറെക്കുറെ അതിനോട് ചേരുന്നതുമാണ്. കാരണം വ്യാസ ശബ്ദത്തിന് വിസ്തരിക്കുക, വ്യസിക്കുക, സമാസിക്കുക. വ്യസിക്കുക എന്ന് പറയുന്നത് വിസ്തരിക്കലും സമാസിക്കുക എന്ന് പറയുന്നത് ചുരുക്കലുമാണ്. അപ്പോൾ വേദാർത്ഥത്തിൻ്റെ ഉപബൃംഹണം അല്ലെങ്കിൽ അതിൻ്റെ വിസ്താരം ആണ് വ്യാസൻ ചെയ്തത്, അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം വ്യാസനായി എന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തിസഹമായിട്ടുള്ള കാര്യം. അത് നീലകണ്ഠാചാര്യനെ പോലെയുള്ള ആളുകൾ അത് സമർത്ഥിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വേദം ആണ്, അല്ലെങ്കിൽ വേദ അർത്ഥമാണ്, വേദത്തിൻ്റെ ആശയമാണ് മഹാഭാരതത്തെ തുറക്കാനുള്ള താക്കോല് എന്ന് മനസ്സിലാക്കുകയും, അതുപോലെ സർവഭൂതഹിതം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. സർവഭൂതഹിതമാണ് മഹാഭാരതത്തിൻ്റെ ആയാലും നമ്മുടെ വൈദിക വാങ്മയങ്ങളുടെയൊക്കെ തന്നെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രമാണം, അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് ഏതിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂല ആശയം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നതും ഈ സർവഭൂതഹിതേരഥ എന്നുള്ള
ആ ഒരു ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് വന്നിട്ടുള്ള സർവഭൂതഹിതേര തത്വം എന്ന് പറയുന്ന ആശയം തന്നെയാണ് വേദത്തിൻ്റെയും ആശയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മഹാഭാരതം എന്ന് പറയുന്ന ഈ സങ്കീർണമായ ഈ ഭണ്ഡാരപ്പുര നമുക്ക് തുറന്നു നോക്കാൻ വേണ്ടി ഏറെക്കുറെ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ നമ്മുടെ ആചാര്യന്മാരൊക്കെ തന്നെ മഹാഭാരതത്തെ വേണ്ട രീതിയിൽ വിലയിരുത്തിയിട്ടുമുള്ളത്. ആ മാർഗത്തിലൂടെ പോകാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ നമുക്കറിയാം വ്യക്തമായ രണ്ട് ചേരികളുണ്ടായിരുന്നു. ഈ രണ്ട് ചേരികളിൽ ഒരു ഭാഗത്ത് 11 അക്ഷൗഹിണി ആണ് സൈന്യങ്ങളുടെ സംഖ്യ. സൈന്യങ്ങളെന്ന് വെച്ചാൽ അതിൽ കാലാളും രഥവും ആനയും കുതിരയും, ഈ 4 തരത്തിലുള്ള ചതുരംഗ പട. അതിനൊരു കണക്ക് മഹാഭാരതത്തിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ഈ ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്? ഏകദേശം ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത് 1,00,000 വരും സംഖ്യ എന്നാണ്. അങ്ങനെയുള്ള 11 അക്ഷൗഹിണി ദുര്യോധന പക്ഷത്തും 7 അക്ഷൗഹിണി സൈന്യം പാണ്ഡവ പക്ഷത്തും ഉണ്ടായിരുന്നു. പ്രസിദ്ധമായ കാര്യമാണ്. ഇതെല്ലാം ചേർത്ത് 18 അക്ഷൗഹിണി. മഹാഭാരതവുമായിട്ട് ഈ 18 എന്ന സംഖ്യക്കും അതൊരു മാജിക് ഫിഗറാണ് നമുക്കറിയാം. 18 പർവ്വങ്ങളുള്ള 18 ദിവസത്തെ യുദ്ധം 18 അക്ഷൗഹിണി സൈന്യങ്ങൾ തമ്മിൽ ചെയ്തു എന്നൊക്കെ ഉള്ളത് മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 18 അക്ഷൗഹിണി സൈന്യങ്ങളിൽ 11 അക്ഷൗഹിണി ഒരു ഭാഗത്തും 7 അക്ഷൗഹിണി മറുഭാഗത്തുമായിരുന്നു. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ജയസാധ്യത ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് വളരെ ലളിതമായിട്ട് ഉത്തരം പറയാൻ സാധിക്കും. കാരണം സാധാരണ ഒരു അടിപിടി നടക്കുന്ന സമയത്ത് ഒരു 11 പേര് ഒരു ഭാഗത്ത് നിൽക്കുന്നു, 7 പേര് മറുഭാഗത്ത് നിൽക്കുന്നു. ഈ 11 പേരാണെങ്കിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള യോദ്ധാക്കൾ, നല്ല കളരിയും അഭ്യാസികളും ആണെങ്കിൽ പിന്നെ ചോദിക്കാനില്ല. ഈ 7 പേർക്ക് ഓടാനേ നിവൃത്തിയുള്ളൂ. വേറൊന്നും അവിടെ രക്ഷയൊന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? എണ്ണത്തിൽ കൂടിയവരും എണ്ണത്തിൽ കുറഞ്ഞവരും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഈ സൈന്യത്തിൻ്റെ സംഖ്യയിൽ തന്നെ ഒരു അസമത്വം, ഒരു വിഷമ സ്വഭാവം, ഒരസമത്വം അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ 7 പേര് യുദ്ധം ചെയ്യാൻ പോകുന്നതും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. തോൽക്കാൻ വേണ്ടിയിട്ട്, പോയി ചാകാൻ വേണ്ടിയിട്ടല്ല അവർ യുദ്ധം ചെയ്യുന്നത്. കാര്യം നടത്താൻ വേണ്ടിയിട്ടും ജയിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ജയിക്കാനുള്ള ചില മാർഗങ്ങളെ അവർക്ക് അവലംബിക്കേണ്ടിയും വരും. അത് ലോകത്തിൽ ആദ്യമായിട്ടല്ല. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പലതവണ പാണ്ഡവന്മാരോടും മറ്റുമായിട്ട് പറയുന്നുണ്ട്, ദുര്യോധനനോടും ഒക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ദേവന്മാർ അസുരന്മാർ ജയിച്ചത്. അദ്ദേഹം എപ്പോഴും ഉദാഹരണം പറയുക, കാരണം താൻ തന്നെ പണ്ട് ചെയ്ത കാര്യങ്ങളാണ്. മഹാബലിയെ വാമനൻ ജയിച്ചത് എങ്ങനെയായിരുന്നു? ഉപായം കൊണ്ടായിരുന്നു. ഉപായം കൊണ്ടാണ് മഹാബലിയെ തോൽപ്പിച്ചത്. ഉപായം കൊണ്ടാണ് ദേവന്മാർ പല ഘട്ടങ്ങളിലും വൃത്രാസുരനെ തോൽപ്പിച്ചത്. ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും അങ്ങനെയുള്ള അസുരന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ വിജയിച്ചത് ഉപായം കൊണ്ടാണ്. കേവലം യുദ്ധസാമർഥ്യം കൊണ്ടോ ശസ്ത്ര നൈപുണ്യം കൊണ്ടോ അല്ല എന്ന് വ്യക്തമായിട്ട് മഹാഭാരതം പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ അത് പ്രത്യേകം എടുത്ത് പറയുന്നു. ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിവാജി മഹാരാജാവ്, മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച ശിവാജി മഹാരാജാവിൻ്റെ കയ്യിലുള്ള സൈന്യം വളരെ ചെറിയ സൈന്യമായിരുന്നു. മറുപക്ഷത്ത് ഭാരതത്തിൻ്റെ 3/4 ഭാഗവും പിടിച്ചടക്കിയ ഔറംഗസീബിൻ്റെ ഒരു വലിയ മ്ലേച്ഛ സൈന്യം, അവർക്ക് കണ്ണിൽ ചോരയില്ലാത്ത ഒരു സൈന്യമാണ്. അതായത് യുദ്ധത്തിൽ ഒരു സൈനികനെ വധിച്ചു കഴിഞ്ഞാൽ ആ ശവത്തോട് പോലും നീതി പുലർത്താൻ പറ്റാത്ത, കണ്ണ് ചൂഴ്ന്നെടുക്കുക, അംഗവൈകല്യമുണ്ടാക്കി അതിൽ അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു മ്ലേച്ഛ സൈന്യത്തോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന വ്യക്തമായ ധാരണ ശിവജിക്കുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ നിരവധി മഹാറാണ പ്രതാപ് സിംഗിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇനി ഭാരതത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവരും ചില ഇടതുപക്ഷക്കാരൊക്കെ വാഴ്ത്തുന്നതായ ചെഗുവേരയെ പോലെയുള്ള ആളുകളും ഒക്കെ തന്നേക്കാൾ വലിയ ആളുകളോട് യുദ്ധം ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവർ ഒളിപ്പോര് ചെയ്തിട്ടും ഗറില്ല യുദ്ധമുറകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് യുദ്ധം ജയിച്ചത് നമുക്കറിയാം. അപ്പോൾ ലോക ചരിത്രത്തിൽ ജയിച്ച യുദ്ധങ്ങളിലേറെയും എണ്ണം കൊണ്ടും
അല്ലെങ്കിൽ കേവലമായ ശക്തി കൊണ്ട് മാത്രമല്ല, അവിടെ ബുദ്ധിശക്തിയും ഉപായങ്ങളും യുദ്ധതന്ത്രങ്ങളും വേണ്ടതുപോലെ പയറ്റിയിട്ടാണ്. ഏത് കാലത്ത് യുദ്ധം ചെയ്യണം, ഏത് ദേശത്ത് യുദ്ധം ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. യുദ്ധം ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഇപ്പം രാമായണത്തിൽ ശ്രീരാമൻ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട്, വാനരന്മാരോട് പറയും, ഇന്ന് ഉത്തരം നക്ഷത്രമാണ്, ഇന്ന് നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പോലും അവിടെ ജ്യോതിഷം പോലും അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മുഹൂർത്തം നോക്കിയിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള കാര്യം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാകുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് മഹാഭാരതവും രാമായണവും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 7 അക്ഷൗഹിണി സൈന്യങ്ങളെ കൊണ്ട് 11 അക്ഷൗഹിണി സൈന്യങ്ങളെ ഇല്ലാതാക്കിയിട്ട് ജയിക്കണമെങ്കിൽ ജയിച്ചേ പറ്റൂ. കാരണം ലോകത്തിൽ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ദുര്യോധനാദികൾ ചെയ്ത് കൂട്ടിയ നിരവധി അധാർമികമായ പ്രവൃത്തികൾ അത് പരാജയപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം. ധർമ്മത്തിൻ്റെ ജയം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ ക്ഷത്രിയൻ്റെയും ധർമ്മമാണ് എന്നുള്ളത് കൊണ്ട് ജയിക്കാൻ തീരുമാനിച്ചിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 4 തരം ഉപായങ്ങൾ, ചതുരുപായങ്ങൾ എന്ന് പറയും. സാമദാന ഭേദദണ്ഡങ്ങൾ. വേറെയും ഉപായങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പ്രധാനമായിട്ട് ഈ 4 ഉപായങ്ങൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ ഔഷധം, മന്ത്രം, വശ്യം മുതലായിട്ടുള്ള പിന്നെ ഇങ്ങനെയൊക്കെയുണ്ട് അല്ലേ. മന്ത്രണം എന്ന് വെച്ചാൽ മന്ത്രിമാരുമായിട്ട് കൂടിയാലോചന ചെയ്തിട്ട് അങ്ങനെയാണെന്നും പറയാറുണ്ട് സാധാരണ. അല്ലെങ്കിൽ മന്ത്രപ്രയോഗവും ആകാം. അതുപോലെ ഔഷധങ്ങൾ, ഇപ്പോൾ ചാണക്യ നീതിയിലൊക്കെ ഈ വിഷം കൊടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ശത്രുക്കൾക്ക്. അപ്പോൾ മഹാഭാരതത്തിനും അത് വരുന്നുണ്ട്. ഈ കണികൻ്റെ ഉപദേശങ്ങളിലൊക്കെ തന്നെ ശത്രുക്കൾക്ക് എങ്ങനെയാണ് വിഷം കൊടുക്കേണ്ടത്, വിഷം കൊടുത്തിട്ട് ഒക്കെ കൊല്ലേണ്ടി വരും എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഉപായങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഉപായങ്ങൾ, സാമദാന ഭേദദണ്ഡങ്ങൾ. സാമം എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ദാനം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ട്, ഉപഹാരങ്ങൾ കൊടുത്തിട്ട് മനസ്സിനെ ജയിക്കുക എന്നുള്ളത്. ഭേദം എന്ന് പറയുന്നത് ശത്രുവിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീതികൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. 4മതായിട്ട് അറ്റകൈയായിട്ടുള്ള ദണ്ഡം എന്ന് പറയുന്ന അതിന് ശിക്ഷ കൊടുക്കുക, അതിനുവേണ്ടി യുദ്ധം ചെയ്യുക. ഇതാണ് ഈ 4 ഉപായങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 ഉപായങ്ങളും കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് പാണ്ഡവന്മാർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ദ്രുപദൻ്റെ ഒരു ദൂതൻ ദുര്യോധന ധൃതരാഷ്ട്രരുടെ സഭയിൽ ചെന്ന് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ആശയങ്ങൾ, തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം കിട്ടണമെന്ന് പറഞ്ഞു. അത് അത്ര തന്നെ ഫലപ്രദമായില്ല. കാരണം അതൊരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ പോയി അവിടെ ചെന്ന് ആ പോകുന്ന ദൂതൻ്റെ ചില ഗുണങ്ങളുണ്ട്. ദൂതലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു ലക്ഷണമൊത്ത ദൂതനൊന്നും ആയിരുന്നില്ല പോയിരുന്നത്. ഒരു ചടങ്ങിന് അങ്ങനെ ആദ്യം ഒരു പ്രാരംഭ പ്രവർത്തനം എന്ന രീതിയിൽ ഒരു ദൂതൻ പോയി ആശയങ്ങൾ അവതരിപ്പിച്ചു. അത് പരാജയപ്പെട്ടു. അതിനുശേഷം ധൃതരാഷ്ട്രയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് സമർത്ഥനായ ദൂതൻ സഞ്ജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൂതനുമാണ്. അദ്ദേഹത്തിന് മഹാഭാരത യുദ്ധത്തിൻ്റെ എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന് വർണ്ണിച്ചു കൊടുത്ത ആളാണ്. അതുപോലെ അദ്ദേഹം നല്ല യോദ്ധാവുമാണ്. നമ്മളിപ്പോൾ കുരുക്ഷേത്രത്തിൽ ഈ കണ്ട കാര്യങ്ങൾ അദ്ദേഹം ഈ വ്യാസൻ കൊടുത്ത ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടിട്ട് കൃത്യമായിട്ട് ധൃതരാഷ്ട്രയോട് റിപ്പോർട്ട് ചെയ്ത ഒരാളായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ചില സന്ദർഭങ്ങളിൽ മനസ്സിലാകും. കാരണം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ധൃതരാഷ്ട്രയോട് വന്ന് ഈ സംഭവം പറയുമ്പോൾ മേലൊക്കെ മുറിഞ്ഞിട്ടാണ് വരുന്നത്. രക്തമൊഴുകിക്കൊണ്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഓടിക്കതച്ച് വന്നിട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ സഞ്ജയനെ ദൂതനായിട്ട് പറഞ്ഞു വെച്ചു. വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു സന്ദേശവാഹകനായിരുന്നു ഈ സഞ്ജയനും. അപ്പോൾ പാണ്ഡവരുടെ മനസ്സിൽ യുദ്ധം ചെയ്യുന്നത് എന്തോ വലിയ അപരാധമാണെന്നും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നതാണ് നല്ലത് എന്നും തോന്നുന്ന രീതിയിൽ സമർത്ഥമായിട്ടാണ് ആ സഞ്ജയൻ അത് അവതരിപ്പിച്ചത്. അത് കേട്ട് അതിന് യുധിഷ്ഠിരൻ നല്ല രീതിയിൽ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ സ്നേഹമസൃണമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞതിനെ അദ്ദേഹം ഖണ്ഡിക്കുകയും യുദ്ധം ചെയ്യുന്നത് ഒരു മോശമായ കാര്യമല്ല, കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് യുദ്ധമാണെങ്കിൽ യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ്
എന്നുള്ള സന്ദേശമാണ് മറുപടിയായിട്ട് കൊടുത്തത്. അപ്പോൾ ഒരു ദൂതൻ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി മറ്റൊരു ദൂതൻ അവിടെ ചെന്ന് തങ്ങളുടെ കാര്യം അവിടെ ചെന്നും പറയണമല്ലോ എന്നുള്ള അവസ്ഥയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. ഭഗവാൻ വാസ്തവത്തിൽ അദ്ദേഹം ഒരു ദൂതനായിട്ട് നടക്കേണ്ട ആളല്ല. കാരണം ദൂതനായിട്ട് പോവുക സാധാരണഗതിയിൽ പിന്നെ ഒരു ഈ പറഞ്ഞ സൂതന്മാരോ അങ്ങനെയുള്ള ആളുകൾക്കാണ് പോവുക. പക്ഷേ ഭഗവാൻ ഈ പാണ്ഡവരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കാരണം ഈ ദൂത് പറയാം എന്ന് തീരുമാനിച്ചു. അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ദൂത് പറച്ചിൽ അല്ലെങ്കിൽ അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചത് ഒരു രഹസ്യ ദൂതനായിട്ടല്ല പോയത്. അദ്ദേഹം അതിന് നമ്മുടെ ആധുനികമായ ഒരു സങ്കേതം ഉപയോഗിച്ച് പറഞ്ഞാൽ എല്ലാ പബ്ലിസിറ്റിയും കൊടുത്തുകൊണ്ടുള്ള ദൂതായിരുന്നു. കാരണം അതൊരു കേവലമായിട്ടുള്ളൊരു പിന്നെ മധ്യസ്ഥനായിട്ട് പോയി സംസാരിക്കുക, യുദ്ധം ഒഴിവാക്കുക എന്നതിലുപരിയായിട്ട് ശാന്തി തങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, യുദ്ധം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന് ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഭഗവാന്റെ യാത്ര. അതാണ് മഹാഭാരതത്തിൻ്റെ ഒരു തന്ത്രം എന്ന് പറയാം. മഹാഭാരത പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധതന്ത്രവും രാഷ്ട്രതന്ത്രവും നമുക്ക് വെളിപ്പെടുന്നത് ഭഗവാന്റെ ആ ദൂത് നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും. കാരണം അദ്ദേഹം ധാരാളം ഭടന്മാരോടൊപ്പം പൂർണ്ണ ആയുധധാരികളായിട്ട് തൻ്റെ അമാത്യന്മാർ അതുപോലെ അങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഒരു രാജാവിൻ്റെ ഒരു പ്രൗഢിയോട് കൂടി തന്നെയാണ് അദ്ദേഹം ഈ കൗരവ സഭയിലേക്ക് യാത്ര ചെയ്യുന്നത്. മുൻകൂട്ടി വിവരം അറിയിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നു. അവിടെ എത്തിയിട്ട് ചില പ്രോട്ടോക്കോളുകൾ അവർ അംഗീകരിക്കുന്നു, ഇദ്ദേഹം ചില പ്രോട്ടോക്കോളുകൾ അംഗീകരിക്കുന്നുണ്ട്. ആ രീതിയിൽ ആണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം ദുര്യോധനനും ധൃതരാഷ്ട്രനും നൽകിയ ആതിഥ്യം പോലും സ്വീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന കാര്യം സാധിച്ച ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്യാം, അതുവരെ എനിക്ക് ദുര്യോധനൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിതുരരുടെ ഗൃഹത്തിൽ ചെന്ന് താമസിക്കുന്നു. അദ്ദേഹം വിതുരർ പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്, പാണ്ഡവന്മാർക്ക് ഹിതം ഉപദേശിച്ചു കൊടുത്ത ആളാണ് എന്നും അദ്ദേഹത്തിന് ഒരു പക്ഷപാതം ഇല്ല എന്നും മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയൊരു ഘോഷയാത്ര പോലെ പോയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് അതിനിടയിൽ ഈ ദൂത് പറയുന്നതിന് മുമ്പായിട്ട് നിരവധി പ്രമുഖ വ്യക്തികളെ കണ്ട്, ഭീഷ്മർ, ദ്രോണർ, വിതുരർ മുതലായിട്ട് ആളുകളെ കണ്ട് സംഭാഷണം ചെയ്യുക, അവരുടെ മനസ്സറിയുക, ജനങ്ങളുടെ മനസ്സറിയുക, പല പ്രായമുള്ള ആളുകളെയും വിളിച്ച് സംസാരിക്കുക. ഇങ്ങനെ വളരെ അതായത് ദുര്യോധനൻ്റെ സഭയിൽ ചെന്ന് ധൃതരാഷ്ട്ര സഭയിൽ ചെന്ന് കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ അവിടെ ഒരു പാണ്ഡവന്മാരുടെ ഉദ്ദേശ്യം എന്താണ് എന്നും എന്തല്ല എന്നും കൃത്യമായിട്ട് അവിടെയുള്ള ആളുകളെ ധരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും ഭഗവാന്റെ പെരുമാറ്റം കൊണ്ടും സംഭാഷണം കൊണ്ടും നയചാതുരി കൊണ്ടും അദ്ദേഹം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടക്കുന്നത് ഔപചാരികമായിട്ടുള്ള ഒരു സംഭാഷണം മാത്രമാണ്. ആ സംഭാഷണത്തിൽ വ്യക്തമായിട്ട് ഭഗവാനെ മനസ്സിലായി, ദുര്യോധനൻ ഒരു കാരണവശാലും ഈ യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല, അദ്ദേഹത്തിൻ്റെ മേലെ ഒരു സമ്മർദ്ദവും അദ്ദേഹം വഴങ്ങുകയില്ല എന്നും മനസ്സിലായി. അപ്പോൾ അവിടെ സാമം, ദാനം എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ആദ്യം പകുതി രാജ്യം മതി എന്ന് പറഞ്ഞു. പകുതി രാജ്യം തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 5 ഗ്രാമങ്ങൾ കൊടുത്താൽ മതി, ബാക്കി മുഴുവൻ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദുര്യോധനന് കൂടുതൽ ആകർഷകമായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിട്ടുവീഴ്ചകൾ ചെയ്തു. അത് ദാനം എന്ന് പറയുന്ന ഒരു ഉപായം അവിടെ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ ഭേദം, അവിടെ നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ടായി, നമുക്കറിയാം. അവിടെ ഭഗവാനെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ ചില ഗൂഢാലോചനകൾ ചെയ്യുകയും ഭഗവാൻ അവിടെ തൻ്റെ വിശ്വരൂപമൊക്കെ കാണിച്ചു. ഭീകരമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ അവരെ ഭയപ്പെടുത്തിയിട്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നത്. വിശ്വരൂപം കാണിച്ചിട്ടില്ല എന്നൊക്കെ ചില ആളുകൾ, മഹാഭാരതത്തിൻ്റെ ആസ്വാദനങ്ങൾ എഴുതിയ ചില ആളുകൾ പറയുന്നത് അവിടെ വിശ്വരൂപമൊന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. വാസ്തവത്തിൽ അവിടെ ഒരു അധ്യായം മുഴുവനായിട്ട് സഭ നമ്മുടെ ഉദ്യോഗപർവത്തിലെ 131 അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം തന്നെയാണ് വർണ്ണിക്കുന്നത്. 15 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു.
എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ നെറ്റിയിൽ നിന്നും ബ്രഹ്മാവും രുദ്രനും പ്രത്യക്ഷപ്പെട്ടു, കണ്ണിൽ നിന്നും സൂര്യചന്ദ്രന്മാരുണ്ടായി, മറ്റു ദേവന്മാർ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, അർജുനാദികളായ പാണ്ഡവന്മാർ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഗീതയിലൊക്കെ നമ്മൾ കണ്ട വിശ്വരൂപ ദർശനത്തിൻ്റെ ഒരു ചെറിയൊരു മാതൃക തന്നെയായിരുന്നു അവിടെ കാണിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് താൻ ആരാണ് എന്നുകൂടി കാണിച്ചു കൊടുത്തു. പാണ്ഡവപക്ഷത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ വാസ്തവം എന്താണ്, ആരാണ് എന്ന കാര്യം കൂടി അവരെ മനസ്സാക്കിച്ച് ഭയപ്പെടുത്തിയ ശേഷമാണ് ഭഗവാൻ തിരിച്ചു വരുന്നത്. അതിനിടയിൽ ഈ ഭേദം എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് കർണനുമായിട്ട് അദ്ദേഹം ഒരു രഹസ്യ സംഭാഷണം ചെയ്തു. കർണനോട് പറഞ്ഞു, അങ്ങ് വാസ്തവത്തിൽ കുന്തിയുടെ മകനാണ്. കുന്തിയുടെ 3 മക്കൾ അവർ ദേവാംശജന്മാരാണ്. എങ്കിലും അവർ പാണ്ഡുപുത്രന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങ് കൂടി അവരുടെ പക്ഷത്ത് ചേർന്ന് കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ സംഖ്യ 6 മാറും. അതുമാത്രമല്ല, അതിൽ ജ്യേഷ്ഠ പാണ്ഡവനായ അങ്ങേക്കായിരിക്കും ഭാവിയിൽ രാജാവാകാൻ സാധിക്കുക. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ തൻ്റെ രാജ്യം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കും, ജ്യേഷ്ഠനായിട്ടുള്ള അങ്ങേക്ക് സമർപ്പിക്കും. അതുകൊണ്ട് അങ്ങ് അർഹിക്കുന്നതായ ആ ഒരു രാജപദവി നേടണം, അതിന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരന്മാരുടെ പക്ഷത്ത് നിൽക്കണം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. കർണൻ അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന് തയ്യാറല്ല. ദുര്യോധനാണ് എനിക്ക് ഈ പദവി തന്നത്. ദുര്യോധനുമായിട്ട് എനിക്ക് വളരെയധികം ഒരു മൈത്രി ബന്ധമുണ്ട്, അതെനിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് ആ യുദ്ധം ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യമൊക്കെ പറഞ്ഞു. യുദ്ധം എന്ന് പറയുന്ന ഒരു യജ്ഞമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. യജ്ഞത്തിൻ്റെ വർണ്ണനയൊക്കെ ഉണ്ട്. ആ യജ്ഞത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ യാഗ സാമഗ്രികൾ എന്തൊക്കെയാണ്, അതേത് രീതിയിലാണ് ഹോമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ കർണനും യുദ്ധത്തിൽ താൻ പരാജയപ്പെടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗാണ്ഡീവമാകുന്ന സ്രവം കൊണ്ട്, അല്ലേ, അങ്ങനെയൊക്കെ ചില വർണ്ണനകളുണ്ട് അവിടെ. ഗാണ്ഡീവമാകുന്ന സ്രവം കൊണ്ട് രാജകന്മാരുടെ ജീവനാകുന്ന ഹവിസ്, യുദ്ധമാകുന്ന അഗ്നിയിൽ ഇവിടെ ഹോമിക്കപ്പെടട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ യജ്ഞം ചെയ്യുന്ന യജമാനൻ അർജുനനാണ് എന്നും തങ്ങളുടെയൊക്കെ ജീവൻ അവിടെ ഹവിസ്സായിട്ട് ഹോമിക്കപ്പെടും എന്നൊക്കെയുള്ള സൂചനകൾ കർണൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പരാജയ ഭീതി ആ സമയത്ത് തന്നെ ഉണ്ട്. കാരണം ശ്രീകൃഷ്ണൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ സാമുദാന ഭേദങ്ങളൊക്കെ ഭഗവാൻ അവിടെ പ്രയോഗിച്ചതിന് ശേഷമാണ് ദണ്ഡം തന്നെ വേണം, യുദ്ധം വേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ തന്നെ അവർ സൈനിക സമാഹരണമൊക്കെ 2 പക്ഷം ചെയ്തു വെച്ചതിന് ശേഷമാണ് അവസാന കൈയായിട്ട് ഭഗവാന്റെ ഈ ഭഗവദ്ദൂത്, ഭഗവാന്റെ ഈ ദൗത്യം നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ യുദ്ധം തീരുമാനിക്കപ്പെട്ടു. അതേത് സമയം വേണം, എവിടെ വെച്ച് വേണം എന്നൊക്കെ തീരുമാനിച്ചു. അത് അവിടെയൊക്കെ ഭഗവാന്റെ ചില ഇച്ഛകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് അവിടെ തന്നെ മുമ്പ് ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഇതേ യുദ്ധത്തിൻ്റെ ചരിത്രം ആ സ്ഥലത്തിന് വിനശനം എന്നൊരു പേരുണ്ട്. നാശം മുമ്പേ സംഭവിച്ച സ്ഥലമാണ്. അത് ത്രേതായുഗത്തിൻ്റെയും ദ്വാപരയുഗത്തിൻ്റെയും യുഗസന്ധിയിലാണ് അന്ന് യുദ്ധം നടന്നത്. പരശുരാമനായിരുന്നു ആ യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദു. ക്ഷത്രിയന്മാരെ അദ്ദേഹം ഒരുപാട് തലമുറകൾ അദ്ദേഹം കൊന്നൊടുക്കിയിട്ട് അവിടെയുള്ള രാമഹ്രദം എന്ന് പറയുന്ന സമന്തപഞ്ചകം എന്ന് പറയുന്ന ആ തീർത്ഥത്തിൽ അദ്ദേഹം സ്നാനം ചെയ്ത് അവഭൃത സ്നാനം ചെയ്തു. അദ്ദേഹം ആ യുദ്ധം ഒരു യജ്ഞമായിട്ടാണ് അദ്ദേഹം ചെയ്തതും. അവഭൃത സ്നാനം ചെയ്തിട്ടാണ് അദ്ദേഹം തൻ്റെ മരിച്ചുപോയ അച്ഛന് തർപ്പണം ചെയ്തതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമന്തപഞ്ചകത്തിൻ്റെ തീരത്ത് തന്നെയാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥലം. 2 നദികളുടെ, ഗംഗാ നദിയുടെയും പിന്നെ ദൃഷദ്വതി, അങ്ങനെ ഒരു നദിയുടെയും 2 നദികളുടെ മധ്യത്തിലാണ് ഈ സ്ഥലം. അപ്പോൾ അതേ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരു ഈശ്വരേച്ഛയാണ്. അവിടെ തന്നെ ഈ ദ്വാപരയുഗത്തിൻ്റെയും കലിയുഗത്തിൻ്റെയും യുഗസന്ധിയിൽ രണ്ടാമതൊരു ക്ഷത്രിയ വിനാശം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഭഗവാന് സംശയമില്ല. ഭഗവാൻ അതിൻ്റെ അതിനൊരു നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെയായിട്ടാണ് സാന്നിധ്യം ചെയ്യുന്നത്. പക്ഷേ ഭഗവാൻ അവിടെ നേരിട്ട് യുദ്ധം ചെയ്യാതെ തൻ്റെ ശക്തിയും തൻ്റെ ബുദ്ധിയും അത് തൻ്റെ മിത്രങ്ങളിലൂടെ പ്രവർത്തിപ്പിച്ചിട്ടാണ് അദ്ദേഹം അത് തൻ്റെ കാര്യം നടപ്പിലാക്കിയത് എന്നും മഹാഭാരതം നമുക്ക് മുഴുവനായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ശ്രീകൃഷ്ണ ഭഗവാനാണ് അതിൽ ഒരു ഭാഗത്തെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കി ആ യുദ്ധം ധർമ്മത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്
പലതരം തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും ചെയ്തു. അതിലൊന്ന് ഈ ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ വാസ്തവത്തിൽ അദ്ദേഹം ഒരു പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ട് മറുപക്ഷം ചേർന്ന് പോയ ആളാണ്. വാസ്തവത്തിൽ പാണ്ഡവന്മാരുടെ അമ്മാവനാണ്, പക്ഷേ അബദ്ധത്തിൽ ദുര്യോധനൻ കൊടുത്ത പ്രലോഭനങ്ങളിൽ വീണിട്ട് അവരുടെ പക്ഷത്ത് ചേർന്ന് പോവുകയാണ്. ഇവരൊക്കെ ഈ മറുപക്ഷത്തുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വലിയ കുറ്റബോധം അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ധർമ്മം പാണ്ഡവപക്ഷത്താണെന്ന് അറിയുകയും തങ്ങളുടെ ഈ ഉപ്പും ചോറുമൊക്കെ ദുര്യോധനൻ തരുന്നത് കൊണ്ട് ദുര്യോധനനെ അനുസരിക്കൽ തങ്ങളുടെ കടമയാണ് എന്ന് ധരിച്ചിട്ടാണ് ഈ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ. എന്നാൽ അവർ അജയ്യന്മാരുമാണ്, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത യോദ്ധാക്കളുമാണ്. അവർ ആ പക്ഷം ചേർന്നു. പക്ഷേ അവർ മനസ്സുകൊണ്ട് നിത്യവും പാണ്ഡവന്മാരുടെ ജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഈ ഭഗവാന്റെ ഈ ദൂത്, അതുപോലെ ഭഗവാൻ അവരുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങളുടെയൊക്കെ തന്നെ ഫലമാണ്. വിതുരരും ഒരു പരിധിവരെ അതിന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ പറയുന്നു, യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ പറയുകയാണ്, അഹന്യഹനി പാർത്ഥാനാം വൃദ്ധ കുരുപിതാമഹ ഭരദ്വാജാത്മജശ്ചൈവ പ്രാതരുത്ഥായ സംയതൗ ജയോസ്തു പാണ്ഡുപുത്രാണാം ഇത്യൂചതുരരിന്ദമൗ. ആ ശ്ലോകത്തിൽ പറയുന്നത് അഹന്യഹനി, ഓരോരോ ദിവസവും പ്രഭാതം പൊട്ടി വിടരുന്ന സമയത്ത് കുരുവൃദ്ധനായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ഭീഷ്മരും ഭരദ്വാജപുത്രനായിട്ടുള്ള ദ്രോണരും പ്രാതരുത്ഥായ, രാവിലെ എഴുന്നേറ്റിട്ട് സംയമനം പാലിച്ചുകൊണ്ട്, അത് ധ്യാനം ചെയ്തുകൊണ്ട്, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, സമാധി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ജയോസ്തു പാണ്ഡുപുത്രാണ്, പാണ്ഡുപുത്രന്മാർക്ക് ജയമുണ്ടാകട്ടെ. രാവിലെ അവർ സൂര്യന് അർഘ്യം ചെയ്യുന്ന സമയത്ത് ഗായത്രി മന്ത്രത്തിന് പകരം അവർ അർപ്പിക്കുന്ന എന്താണ്? ജയോസ്തു പാണ്ഡുപുത്രാണ്, പാണ്ഡുപുത്രന്മാർക്ക് ജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും ആരംഭിച്ചത് എന്ന് പറയുന്നു. യുധാതെ തവാർത്ഥായ യഥാസ സമയ കൃത. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രയോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ധൃതരാഷ്ട്രക്ക് ആദ്യമേ പേടിയാകാൻ കാരണം ഇവരൊക്കെ മനസ്സുകൊണ്ട് മറുപക്ഷമാണ്. പക്ഷെ ഒരു കൂലിപ്പട്ടാളം പോലെ ഇവർ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യുന്നു എന്നല്ലാതെ മനസ്സ് മുഴുവനും ആദ്യമേ പാണ്ഡവന്മാർക്ക് കൊടുത്തിട്ടാണ്, ഇവരുടെ ശരീരം മാത്രം ഇവിടെ ഇരുന്ന് യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് ധൃതരാഷ്ട്രക്ക് അത് വലിയൊരു മനസ്സിൻ്റെ വലിയൊരു വേവലാതിയായിട്ട് മാറുന്നുണ്ട്. ദുര്യോധനനും അത് ഏറെക്കുറെ മുമ്പേ തന്നെ വെളിപ്പെട്ട കാര്യമാണ്. അതാണ് യുധാതെ തവാർത്ഥായ യഥാസ സമയകൃത. അവർ ചെയ്ത പ്രതിജ്ഞ അനുസരിച്ചിട്ട് അവർ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു എങ്കിലും അവർ ഈ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിത്യകർമ്മങ്ങൾ തുടങ്ങുന്നത് എന്നാണ്. അതുപോലെ യുദ്ധത്തിൽ അതിനനുസരിച്ചിട്ട് ഈ ഭീഷ്മരും ദ്രോണരും ഒക്കെ തന്നെ ചില കാര്യങ്ങൾ അകത്തിരുന്നു കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ഈ കർണനെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളത്. അത് ഭീഷ്മർ ചെയ്ത ഒരു തന്ത്രമായിരുന്നു. സതു വൈകർത്തന കർണ സാമത്യ സഹബന്ധുഭിഹി ന്യാസിത സമരേ ശസ്ത്രം ഭീഷ്മേണ ഭരതർഷഭ. ഭീഷ്മർ ചെയ്ത ഒരു തന്ത്രമായിരുന്നു കർണനെ അകറ്റി നിർത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കർണനും ഭീഷ്മരും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ദുര്യോധനൻ്റെ മുന്നിൽ വെച്ച് തർക്കമുണ്ടായപ്പോൾ കർണൻ്റെ ഒരു സ്വഭാവം, കർണൻ ഈ വികഥനം ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ ശക്തിയെക്കുറിച്ച് ഉള്ളതിലധികം അദ്ദേഹം താൻ തന്നെ പറയും. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്വയം പ്രശംസിക്കുന്ന ആളായിരുന്നു കർണൻ. അത് കേട്ട് അത് ഭീഷ്മർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഭീഷ്മർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കർണൻ ഈ നാടൊരു ബന്ധമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഈ കൗരവസഭയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല. അദ്ദേഹം രാധേയനാണ്, രാധയുടെ അതിരഥൻ്റെയും മകനാണ്. അദ്ദേഹത്തിന് ദുര്യോധനൻ ഒരു രാജ്യത്തിൻ്റെ ഈ ചമ്പാപുരി എന്ന് പറയുന്ന ഒരു അംഗരാജ്യത്തിൻ്റെ പകുതി ഭാഗം അദ്ദേഹത്തിന് കൊടുത്തിട്ട് അവിടെ രാജാവൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അവിടെ ഇരുന്ന് രാജ്യം ഭരിച്ചാൽ മതി. ഇവിടെ ഹസ്തനപുരിനെ വന്നിട്ട് ഇവിടെ ഈ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഇവിടെ തന്നെ ചോറുണ്ട്, ഇവിടെ തന്നെ ഇരുന്ന് ദിവസം കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത്, അതാണ് ഭീഷ്മർക്ക് ഈ കർണനോട് ഇത്രയധികം കാരണം ഈ ഹസ്തനാപുരിയുടെ ചോറുണ്ടിട്ട് ഇവിടെ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭീഷ്മർ ഇദ്ദേഹത്തെ എപ്പോഴും, ഇദ്ദേഹം വീരവാദം പറയുമ്പോഴൊക്കെ ഭീഷ്മർ പറയും, നിന്നെ കൊണ്ടൊരു വസ്തു, അർജുനനെ കാണുമ്പോൾ നീ ഓടും, അർജുനൻ്റെ അടുത്തത് നിനക്ക് യോഗ്യതയില്ല. കാരണം അർജുനൻ ഭീഷ്മരെ സംബന്ധിച്ചോളം തൻ്റെ പൗത്രനാണ്, തൻ്റെ മകൻ്റെ മകനായിട്ടുള്ള ആളാണ്. കർണൻ തനിക്ക് ആരുമല്ലാത്ത ആളുമാണ്. അതുകൊണ്ട് ആ കർണനെ പരമാവധി അദ്ദേഹം ഇടിച്ചു താഴ്ത്താനും അവഹേളിക്കാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹം
ഉപയോഗിക്കുകയും ഇത് കേട്ടിട്ട് ഒരു കർണൻ പ്രഖ്യാപിക്കുകയാണ്, ഈ ഭീഷ്മർ യുദ്ധത്തിൽ വീഴുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് ഭീഷ്മരുടെ ഒരു തന്ത്രവുമായിരുന്നു എന്ന് പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കർണന് മാത്രമല്ല, സാമാത്യ സഹബന്ധുഭിഹി ന്യാസിത സമരേ ശസ്ത്രം. അദ്ദേഹത്തിൻ്റെ അമാത്യന്മാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും, കർണൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, ആ ഗ്രൂപ്പ് മുഴുവനായിട്ടും കർണൻ എന്ത് പറഞ്ഞു, നമ്മളാരും അങ്ങോട്ട് പോകണ്ട കേട്ടോ, ഈ വൃദ്ധൻ മരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനെ ഒരു തീരുമാനം കർണൻ എടുത്തത് വാസ്തവത്തിൽ ഈ ഭീഷ്മരുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട്. അപ്പോൾ ഭീഷ്മർ ആ രീതിയിൽ ഉള്ളിലിരുന്നു കൊണ്ട് പാണ്ഡവന്മാർക്ക് ചില സഹായം ചെയ്തു എന്നുള്ളത്. അങ്ങനെയാണ് ആ യുദ്ധം തുടങ്ങുന്നത്. യുദ്ധത്തിൻ്റെ പ്രാരംഭത്തിൽ നമുക്കറിയാം, യുദ്ധത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവർ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ നോട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, ചിലത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. യുദ്ധത്തിൽ ചില യുദ്ധമര്യാദകൾ അവർ നേരത്തെ തന്നെ തയ്യാറാക്കി അവർ ഇരുപക്ഷവും കൂടി ഇരുന്നു കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ധർമാൻ സംസ്ഥാപയാമാസു യുദ്ധാനാം ഭരതർഷഭ. യുദ്ധധർമ്മങ്ങൾ അത് സാധാരണ രീതിയിൽ വരുന്ന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ മര്യാദകൾ, നിയമങ്ങൾ, പ്രോട്ടോക്കോൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 കാര്യങ്ങൾ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, യുദ്ധം കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്യും. വൈകുന്നേരത്തെ യുദ്ധം കഴിഞ്ഞാൽ എന്തായിരിക്കും, എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും എന്നുള്ളതാണ്. രാത്രിയിൽ പോയി ബോംബിങ് അങ്ങനെ പരിപാടികൾ നടക്കില്ല. അസ്തമയം കഴിഞ്ഞപ്പോൾ യുദ്ധം നിർത്തി വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ചായയും കുടിച്ച് അങ്ങനെ കുശല പ്രശ്നമൊക്കെ ചെയ്തിട്ട് പോകാം. പിന്നെ വാക്ക് യുദ്ധം മാത്രമേ പാടുള്ളൂ. അന്യോന്യം ഇങ്ങോട്ട് ശകാരം ചെയ്തു, നിന്നെ ഒന്നിനും കൊള്ളില്ലടാ എന്ന് പറഞ്ഞു. തിരിച്ച് അങ്ങോട്ടും നിന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള വാഗ്യുദ്ധത്തിന് വാഗ്യുദ്ധം. വാക്കിന് വാക്കാണ് പ്രതിവിധി. വാക്ക് എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആക്രമണം പാടില്ല. അപ്പം അതുപോലെ പിന്തിരിഞ്ഞ് പോകുന്നവനെ ആക്രമിക്കാൻ പാടില്ല. പിന്നെ രഥത്തിൽ കയറിയിരുന്നുകൊണ്ട് രഥമുള്ളവരെ ആളിനെ മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ. ആനപ്പുറത്തിരിക്കുന്ന ആളെ ആക്രമിക്കുക. അശ്വിയെ ആക്രമിക്കുക. കാലാളിനെ ആക്രമിക്കുക. പിന്നെ സമാഭാഷ്യ പ്രഹർത്തവ്യം. ഒരാൾ അമ്പെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വാളെടുത്ത് ഗത കൊണ്ടോ പ്രഹരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിന്നെ അടിക്കാൻ പോവുകയാണ്, നിൻ്റെ കഴുത്തിന് ഞാൻ അമ്പെയ്യുകയാണ്, ഞാൻ നിൻ്റെ ശിരസ് ഛേദിക്കാൻ പോവുകയാണ്, നിൻ്റെ നേരെ ഞാൻ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ്, ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചെസ്സിലങ്ങനെയല്ല, ചതുരംഗത്തിൽ ചെക്ക് എന്ന് പറയണം, അല്ല അറിയാതെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചെസ് ജയിക്കാൻ പാടില്ല. അത് ചെസ്സിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ചെക്ക് എന്ന് നമ്മൾ ഓറലായിട്ട് പറയുക തന്നെ ചെയ്യണം, പറഞ്ഞിട്ട് തന്നെ വെക്കണം. അതുപോലെ ഈ യുദ്ധത്തിൻ്റെ മര്യാദ എന്താണെന്ന് വെച്ചാൽ, ഇന്ന ആക്രമണം എനിക്ക് ചെയ്യുകയാണ്, പറ്റുമെങ്കിൽ തടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്, അതാണ് സമാഭാഷ്യ പ്രഹർത്തവ്യം. വിളിച്ചിട്ട് പറയുക എന്നുള്ളൊരു അർത്ഥം അവിടെയുണ്ട്. ഏകേന സഹ സംയുക്ത പ്രപന്നോ വിമുഖസ്തഥ ക്ഷീണശസ്ത്രോ വിവർമാച്ച ന ഹന്തവ്യ കഥഞ്ചന. ഒരാളിന് നേരെ ഒരാൾ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരാളിനെ പലര് ചേർന്നുകൊണ്ട് ആക്രമിക്കാൻ പാടില്ല. ആശ്രയിച്ചവനെ കൊല്ലാൻ പാടില്ല. വിമുഖനായിട്ട് അത് പുറംതിരിഞ്ഞ് പോകുന്നവനെ ആക്രമിക്കാൻ പാടില്ല. ആയുധങ്ങൾ തകർന്നിട്ടിരിക്കുന്ന നിരായുധനായ ആളിനെ ആക്രമിക്കാൻ പാടില്ല. വർമ്മ എന്ന് വെച്ചാൽ ഈ കവചമാണ്. ഈ കവചം തകർന്നു പോയ ഒരാളിനെ പിന്നെ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ. പിന്നെ സൂതനെ കൊല്ലാൻ പാടില്ല. പിന്നെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംഘടനാ ഭാരവാഹികളല്ല, യുദ്ധത്തിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുക, മരുന്ന് കൊണ്ട് കൊടുക്കുക. നമ്മളെ ഈ ഇവരുണ്ടല്ലോ യുദ്ധത്തിൽ, നമ്മളെ ആഗോള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റെഡ് ക്രോസ്, അങ്ങനെയുള്ള ചില ഏജൻസികളുണ്ടല്ലോ, അതൊക്കെ അന്നും ഉണ്ടായിരുന്നു. തീർന്ന ആയുധങ്ങൾ കൊണ്ടു കൊടുക്കാനും വേണ്ടിയിട്ട്, തേരും മറ്റും റിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട്, കുതിരക്ക് ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരുണ്ടാവും. ഇങ്ങനെയൊക്കെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് യുദ്ധഭൂമിയിൽ അങ്ങോട്ടും കൊണ്ട് പോകുന്നുണ്ട്. അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് യുദ്ധത്തിൻ്റെ ഒരു നിയമമാണ്. പിന്നെ ഇതാണ് വാദ്യക്കാർ. ഇതെന്തിനാ യുദ്ധത്തിൽ ഇന്നത്തെ യുദ്ധത്തിൽ വാദ്യമില്ല. അന്ന് യുദ്ധത്തിൽ അങ്ങനെ ഡമരി ശബ്ദം ഉണ്ടായി, ദുന്ദുഭികൾ മുഴങ്ങി, ആനകങ്ങളും പടകങ്ങളും മുഴങ്ങി എന്നൊക്കെ നമുക്ക് കേൾക്കാം. ഓരോ ദിവസം യുദ്ധം തുടങ്ങുമ്പോൾ ഇവരുടെ ഒരു കേളിക്കൊട്ട് അല്ലെങ്കിൽ കുറച്ച് പഞ്ചവാദ്യമൊക്കെ ചെയ്തതിന് ശേഷമാണ് യുദ്ധം തുടങ്ങുക.
അപ്പോൾ ഇത് ചെയ്യുന്ന ആളെ എന്നാൽ പിന്നെ ഇവൻ്റെ ഇത് ആക്കി കളയാം, തലയും കൊയ്ത് കളയാം, അത് നടക്കില്ല എന്നാണ്. കാരണം ഇതൊരു യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ഒരു യുദ്ധകലയും കൂടിയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതൊരു സംഗതിയാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് പിന്നെ ക്ഷത്രിയന്മാർക്ക് എന്താണ്, അവർക്കൊരു ആവേശം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആർപ്പുവിളി നടത്തുക, അങ്ങനെ പല സംഗതികളുണ്ട്, ശംഖനാദം മുഴക്കുക, ഇതൊക്കെ ചെയ്തിട്ടാണ് അവർ യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ അത്തരം ആളുകളെ ഒന്നും ആക്രമിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി നിയമങ്ങൾ അവർ ആദ്യമേ തന്നെ രണ്ട് പക്ഷവും ചേർന്നിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവില്ല, പറഞ്ഞ് ഉറപ്പിച്ച് ആണ് ആ യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ ആ യുദ്ധത്തിൽ ഈ നിയമങ്ങൾ ആദ്യമേ തന്നെ ചെറിയ തോതിൽ ലംഘിക്കപ്പെട്ടു. ഭീഷ്മർ തന്നെ ആ നിയമത്തെ, അദ്ദേഹത്തെ എന്താണ് ഭീഷ്മർ തന്നെ പറയുന്നൊരു 1-2 സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ധർമ്മോസ്തു ബലമായഥ. ഭീഷ്മർ അത് ജീവിതത്തിൽ കാണിച്ചൊരു കാര്യമാണ്. ബലം ഉള്ളവൻ ചെയ്യുന്നതൊക്കെ ധർമ്മം തന്നെയാണുള്ളൊരു സിദ്ധാന്തം. അതൊരിക്കലും പിന്നെ വ്യാസൻ അംഗീകരിക്കുന്ന ഒരു ധർമ്മ സിദ്ധാന്തമല്ല. കാരണം ഭീഷ്മർ എന്താണ്, കാശി രാജാവിൻ്റെ കന്യകമാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം ശാന്തിപർവ്വത്തിൽ വിവാഹത്തിൻ്റെ വിധികൾ 8 വിധ വിവാഹങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് രാക്ഷസം എന്ന വിവാഹം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കന്യകമാരെ അലമുറയിട്ട് കരയുന്ന കന്യകയെ അവരുടെ ബന്ധുക്കളുടെ തല അരിഞ്ഞു കളഞ്ഞിട്ട് രക്തപ്പുഴ ഒഴുക്കിയിട്ട് കന്യകയെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കന്യകയെ പിടിച്ചു കൊണ്ടുവന്ന് ബലമായിട്ട് ഭാര്യയാക്കുക എന്നുള്ളത് രാക്ഷസ വിധി ഉള്ളൊരു വിവാഹമാണ്. എന്നിട്ട് ഭീഷ്മർ അവിടെ യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുക്കും, അത് നല്ലതല്ല കേട്ടോ, അത് എന്താ ചെയ്യാൻ പാടില്ല, അത് അധമ വിവാഹമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭീഷ്മർ ചെയ്തെന്തായിരുന്നു, ഭീഷ്മർ ഈ കാശിരാജാവിൻ്റെ 3 പെൺകുട്ടികളെ വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികളെ അദ്ദേഹം ബലമായി പിടിച്ചു കൊണ്ടുവന്ന് ബന്ധുക്കളെ തലയാർത്ത് അരിഞ്ഞ് കളഞ്ഞ് ചോരപ്പുഴ ഒഴുക്കിയിട്ട് പിടിച്ചു കൊണ്ടുവന്നത് തനിക്ക് വിവാഹം കഴിക്കാനുമല്ല, തൻ്റെ അനുജന് അല്ലേ, അതിന് വിവാഹം എന്നല്ല നമ്മൾ പറയുക, നാട്ടിൽ വേറൊരു വാക്കുണ്ടല്ലോ അതിന്, തൻ്റെ സഹോദരന് ഈ സഹോദരനെ ഈ പെൺകുട്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുമല്ല, അത് ആലോചിച്ച് പോകണം. ഈ സഹോദരനായ വിചിത്രവീര്യൻ എന്ത് ചെയ്തു, ഏട്ടം കൊന്നുകളിയും, എനിക്ക് ഇവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഭയന്നിട്ട് വിചിത്രവീര്യൻ സമ്മതിച്ചത് പോലെയാണ് നമുക്കത് മനസ്സിലാകും. ഭീഷ്മരുടെ ഈ നടപടി കാണുന്ന സമയത്ത് പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുകയാണ്. അതിലൊരാൾ ചാടിപ്പോവുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെയ്ത ആളാണ് ഭീഷ്മർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ധർമ്മ സിദ്ധാന്തം എന്തായിരുന്നു, ധർമ്മോസ്തു ബലവാം യഥ, ബലവാൻ ചെയ്യുന്നതെന്തോ അത് ധർമ്മം. ബലം ധർമ്മോന് വർത്തതേ. കർണനും ഇത് തന്നെയാണ് സിദ്ധാന്തം ഒരിടത്ത് പറഞ്ഞത്. ബലം ധർമ്മോന് വർത്തതേ, ബലത്തെ ധർമ്മം അനുവർത്തിക്കുന്നു. ബലമുള്ള സ്ഥലത്തേക്ക് ധർമ്മം തനിയെ അങ്ങനെ ഒഴുകിപ്പോകും എന്നുള്ള സിദ്ധാന്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഭീഷ്മർ ആദ്യത്തെ ദിവസം തന്നെ വിതുരരുടെ നമ്മുടെ വിരാട് രാജാവിൻ്റെ മകനായ ശ്വേതൻ എന്ന് പറയുന്ന മഹാപരാക്രമിയായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തെ വളരെ പണിപ്പെട്ടാണ് ഭീഷ്മരെ കൊല്ലുന്നത്. ആദ്യം അദ്ദേഹത്തിനെ ഈ സൂതനെ കൊന്നിട്ട് കുതിരകളെ കൊന്നു, സൂതനെ കൊന്നു, തേരിൻ്റെ പിന്നെ ഈ കൊടിമരം മുറിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വിരധനാക്കിയിട്ടാണ് ഈ ശ്വേതനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് കൊല്ലുന്നത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിനും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ബ്രഹ്മാസ്ത്രം അറിയുന്നവരിൽ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ഇതൊക്കെ ആ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭീഷ്മർ തന്നെ ഈ യുദ്ധത്തിൻ്റെ മര്യാദകളെ ലംഘിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഏറെക്കുറെ 2 പക്ഷവും മര്യാദകളെ വലുതായി ലംഘിക്കാതെ യുദ്ധം ചെയ്തു. 10 ദിവസം കഴിഞ്ഞ് ഈ ഭീഷ്മർ വീണ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, മര്യാദിതമായ യുദ്ധത്തിൻ്റെ, അതായത് ഭഗവാൻ ഉപയോഗിച്ച വാക്ക് ഋജു യുദ്ധം എന്നാണ്. ഋജു എന്ന് പറഞ്ഞാൽ നേർരേഖ, നേരേവോ എന്നുള്ള യുദ്ധത്തിൻ്റെ സമയം ഭീഷ്മരോട് കൂടിയിട്ട് കഴിഞ്ഞു. ഇനി ഋജു യുദ്ധത്തിന് ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. പറഞ്ഞതുപോലെ ആയിരുന്നു ദ്രോണരുടെ ആ 5 ദിവസത്തെ ദ്രോണരുടെ യുദ്ധം എന്ന് പറയുന്നത്. അവിടെ ഋജു യുദ്ധത്തിൻ്റെ രീതി ആയിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഭീഷ്മർ തന്നെ ഇതിനെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏറെക്കുറെ ഋജുവായിട്ടാണ് യുദ്ധം ചെയ്തത് എന്നാണ് അവിടെ ധ്വനി. പക്ഷേ ദ്രോണർ വന്നതോട് കൂടിയിട്ട് ഈ യുദ്ധമര്യാദകൾ മുഴുവനായിട്ട് കാറ്റിൽ പറത്തി. അതിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അഭിമന്യുവിനെ വധിച്ചത്. അർജുനൻ്റെ മകനായ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ വന്നു ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ 6 മഹാരഥന്മാർ ചുറ്റും നിന്നുകൊണ്ട് പുറകിൽ നിന്ന് കർണനാണ് പുറകിലൂടെ അമ്പ ചെയ്തിട്ട് അദ്ദേഹത്തിനെ വില്ല് മുറിച്ച് കളയുന്നത്. വേറൊരാൾ അദ്ദേഹത്തിനെ സാരഥിയെ കൊന്നു, വേറൊരാൾ തേര് തകർത്തു, വേറൊരാൾ അദ്ദേഹത്തെ
ഇങ്ങനെ പലതരത്തിലും അദ്ദേഹത്തെ വളഞ്ഞു നിന്നുകൊണ്ട് 6 പേര് ഇവിടെ നിരായുധനായിട്ട് നിൽക്കുന്ന അഭിമന്യു എന്ന് പറയുന്ന 16 വയസ്സുള്ള കുമാരനെ യുദ്ധത്തിൽ അവരെ കൊല്ലുകയാണ്. അവിടെ യുദ്ധനീതികൾ ഈ പറഞ്ഞ മര്യാദകളൊന്നും പാലിക്കപ്പെട്ടില്ല. ഒടുവിൽ ആയുധമില്ലാത്ത ഈ അഭിമന്യു നിലത്ത് വീണ് കിടക്കുന്ന ഒരു പൊട്ടിയ രഥചക്രം എടുത്തുകൊണ്ട് വരെ പ്രതിരോധിക്കേണ്ടി വന്നു. ഒടുവിൽ അദ്ദേഹം ഈ ഗദായുദ്ധം നടത്തി, ദുശാസനയുടെ മകനുമായിട്ട് ഗദായുദ്ധം നടത്തി ഒടുവിൽ അദ്ദേഹം അവിടെ വീരമൃത്യു പ്രാപിക്കുന്നു. അപ്പോൾ അതാണ് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ച ഒരു സംഭവം. അഭിമന്യുവിനെ കൊന്നതോട് കൂടിയിട്ട് അവിടെ ഋജുയുദ്ധം എന്ന് പറയുന്ന ആ കാര്യപരിപാടി പാണ്ഡവന്മാരും അവസാനിപ്പിക്കുകയാണ്. ഭഗവാന്റെ നിർദ്ദേശം കൊണ്ടും നിർബന്ധം കൊണ്ടും തന്നെയാണ് അതവർ ചെയ്യുന്നത്. അങ്ങനെ ആ ഋജുയുദ്ധം എന്ന് പറയുന്ന കാര്യം ഉപേക്ഷിച്ച് അവർ ഉപായത്തെ സ്വീകരിച്ചു. പക്ഷേ അതിനു മുമ്പേ തന്നെ നമുക്ക് ഈ ഭീഷ്മപർവത്തിൽ ഭഗവത്ഗീതയുടെ അധ്യായം കഴിഞ്ഞ് തൊട്ടടുത്ത അധ്യായത്തിൽ വളരെ ഈ പാണ്ഡവന്മാർ ഉപയോഗിക്കുന്ന തന്ത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് കവചം അഴിച്ചു വെച്ച് പിന്നെ ആയുധങ്ങൾ താഴെ വെച്ച് നിലത്ത് ഇറങ്ങി നേരെ നടന്നു പോവുകയാണ്. അപ്പം കൗരവ സൈന്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ രാജാക്കന്മാർക്ക് അത് കണ്ട് അത്ഭുതപ്പെടുന്നു. കുറേ ആൾക്കാരെ പരിഹസിച്ച് ചിരിക്കുന്നു. ഇദ്ദേഹം വലിയ ഈ കോപ്പ് കൂട്ടി വന്നിട്ട് ഒടുവിൽ ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങാൻ പോവുകയാണ്. ഇതൊരു ഭീരുവിന് ചേർന്നതാണ്, ക്ഷത്രിയന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ, 2 പക്ഷത്തുള്ള ആളുകൾ അദ്ദേഹത്തെ അപഹസിക്കുന്നു. സഹോദരന്മാർ അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പുറകെ പോകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോൾ അർജുനോട് പറയുന്നു, തടഞ്ഞു വെക്കണ്ട, കാരണം അദ്ദേഹം പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയാം, എനിക്ക് കാര്യം പിടികിട്ടി, അതുകൊണ്ട് തടയേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അവിടെ ചെന്ന് ഭീഷ്മരുടെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. ഭീഷ്മരുടെ കാൽക്കൽ നമസ്കരിച്ചിട്ട് നമസ്കരിച്ച സമയത്ത് ഭീഷ്മർ പറഞ്ഞു, നീ ഇങ്ങനെ നമസ്കരിക്കാൻ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്നിട്ട് കാലിൽ നമസ്കരിച്ചു. എന്നിട്ട് എന്താണ് നിൻ്റെ മനസ്സിൻ്റെ അഭിലാഷം, എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ജയിക്കണം, അതാണല്ലോ സാധാരണ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ഭീഷ്മർ പറയുകയാണ്, അർത്ഥസ്യ പുരുഷോ ദാസഃ ദാസസ്ത്വർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഹി. അർത്ഥസ്യ പുരുഷോ ദാസ. ഇവിടെ ഈ ധർമ്മോസ്തു ബലവായഥ എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു ചുവട് പിടിച്ചുകൊണ്ട് മറ്റൊരു സിദ്ധാന്തമാണ്, മനുഷ്യൻ ധനത്തിൻ്റെ ദാസനാണ്, സമ്പത്തിൻ്റെ ദാസനാണ് മനുഷ്യൻ. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ വെസ്റ്റേൺ ഫിലോസഫിയിൽ അങ്ങനെയല്ലേ, ഈ കാരണം മാൻ ഈസ് ആൻ എക്കണോമിക്കൽ ആനിമൽ എന്നാണ് അല്ലേ, ഈ മാർക്സോ അങ്ങനെ ആരോ പറയുന്നൊരു സെൻറ്റൻസാണ്, എക്കണോമിക്കൽ ആനിമൽ എന്ന് മനുഷ്യനെ പറയുന്നു. അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഒരു വേർഷനാണിത്. മനുഷ്യൻ ധനത്തിൻ്റെ ദാസനാണ്, അതുകൊണ്ട് ഞാൻ ധനം കൊണ്ട് അർത്ഥം കൊണ്ട് കൗരവരുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ജീവിച്ചിരിക്കെ നിനക്ക് ജയിക്കാനും സാധിക്കില്ല. ഇതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിക്കാനുള്ള ഉപായം എന്താണ് എന്ന് ചോദിച്ചു. അത് ഭീഷ്മർ പറയുന്നു, അത് എന്നെ രഹസ്യമായിട്ട് പിന്നീട് വന്നാൽ ഞാൻ പറഞ്ഞു തരാം, എന്നെ കൊല്ലാനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. പാണ്ഡവന്മാർ ജയിക്കാൻ വേണ്ടിയിട്ട് നിത്യേന പ്രാർത്ഥിക്കുകയും പാണ്ഡവന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു തരാം, എന്നെ എങ്ങനെയാണ് കൊല്ലേണ്ടത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഭീഷ്മർ വാസ്തവത്തിൽ ആദ്യമേ തന്നെ ദുര്യോധനൻ ജയിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് ദുര്യോധനനോടുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു ഇടപാട് കാരണം ഇത് നിവൃത്തികേട് കൊണ്ട് ദുര്യോധന പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുകയും അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഒരു പരിതാവസ്ഥയിലാണ് ഭീഷ്മർ യുദ്ധം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടി, കൊല്ലാനുള്ള ഉപായം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അടുത്തപടിയായിട്ട് അദ്ദേഹം യുധിഷ്ഠിരനെ അവിടെ പോയി ദ്രോണരുടെ കാൽക്കൽ ചെന്ന് നമസ്കരിച്ചു. ദ്രോണരും ഇതേ വാക്യങ്ങളാണ് ആവർത്തിക്കുകയാണ്. പിന്നെ ദ്രോണരും കൃപരും ശല്യരും ഒരേ ശ്ലോകം ഒരേ വരികളാണ് ആവർത്തിക്കുന്നത്, ഈ അർത്ഥസ്യ പുരുഷോ ദാസ എന്നുള്ള വരികളും. പിന്നെ നീ വന്നില്ലായിരുന്നു നിന്നെ ശപിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും പക്ഷേ കൊല്ലാനുള്ള ഉപായം പറയുന്നത് ദ്രോണരുടെ അടുത്ത് ഇതേ ചോദ്യം ചോദിക്കുന്നു. ദ്രോണർ പറയുന്നു, ഞാൻ പ്രായോപവേശം ചെയ്താൽ നിനക്ക് എന്നെ ജയിക്കാൻ സാധിക്കും. ഞാൻ എല്ലാം വിട്ട് ജീവൻ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശസ്ത്രങ്ങളൊക്കെ താഴെ വെച്ച് കഴിഞ്ഞ് ധ്യാനത്തിലിരിക്കുമ്പോൾ കൊല്ലാൻ സാധിക്കും. യുദ്ധത്തിൽ ആരെങ്കിലും ധ്യാനിക്കാൻ പോകുമോ?
പോവില്ലല്ലോ. അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എപ്പോഴാണ് അങ്ങ് ധ്യാനിക്കാൻ പോകുക? യുദ്ധത്തിനിടയിൽ ധ്യാനിക്കാൻ പോകുന്ന പരിപാടിയുണ്ടോ? ദ്രോണർ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും അഹിതം കേട്ടാൽ, അനിഷ്ടമായ ഒരു കാര്യം കേട്ടാൽ ഞാൻ അപ്പോൾ യുദ്ധം നിർത്തിയിട്ട് ധ്യാനിക്കും. ഇത് മുമ്പേ കൂട്ടി അദ്ദേഹത്തിൻ്റെ ആ ദൗർബല്യം, ഇങ്ങനെ ദൗർബല്യം ഉണ്ടാകാൻ പാടില്ല വാസ്തവത്തിൽ. ഒരു പിന്നെ സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരാൾ കാശ് വാങ്ങിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു കൂലിപ്പട്ടാളക്കാരനെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വേറെ ആരും വിളിക്കില്ലല്ലോ. പക്ഷേ ഇവിടെ ഇവരുടെ ഒരു നിർണായക യുദ്ധമാണ്. ഈ യുദ്ധത്തോടു കൂടി ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് ഈ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ മനസ്സാക്കിയത് കൊണ്ടാകണം അവർ ഈ ഒരു നടപടിയിലേക്ക് തുനിയുന്നതും. അത് യുധിഷ്ഠിരനോട് ഉപായമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അഹിതം കേട്ടാൽ ഞാൻ അസ്ത്രം താഴെ വെച്ച് ധ്യാനിക്കും, അപ്പോൾ നിനക്ക് എന്നെ കൊല്ലാമെന്ന് പറയുന്നു. അങ്ങനെ ദ്രോണരെ ജയിക്കാനുള്ള ഉപായവും അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ ശല്യർ പറഞ്ഞു എന്താണ്? ശല്യർ പറഞ്ഞു, കർണൻ്റെ കാര്യം പകുതി ഞാൻ ഏറ്റെടുത്തു, കർണനെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. എങ്ങനെയാണ് അദ്ദേഹത്തെ പരമാവധി ഈ എന്താണ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീര്യം കെടുത്തുക എന്നുള്ള കാര്യം ഞാൻ ചെയ്യും എന്ന് ശല്യർ വാക്ക് കൊടുക്കുന്നു. കൃപരും അദ്ദേഹത്തെ ഈ ചില കാര്യങ്ങളെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ശത്രുക്കളുടെ മനസ്സ് ജയിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് അവിടെ കൃത്യമായ സമയത്ത് ഇടപെടുന്നു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹം തേരിൽ കയറിയിട്ട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇനി ഈ യുദ്ധത്തിൽ, ഈ നിർണായകമായ യുദ്ധത്തിൽ ആരെങ്കിലും കൂറുമാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിനുള്ള സമയം, പിന്നെ കൂറുമാറാൻ പറ്റില്ല, അവസരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ തേരിൽ ഇറങ്ങി വന്നു. കാരണം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കുമ്പോൾ ഇത് ഇന്നത്തെ പൊളിറ്റിക്സിലും നടക്കുന്നുണ്ടല്ലോ അല്ലേ. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം സ്ഥാനാർത്ഥി തന്നെ കാലമായിട്ട് മറുപക്ഷത്ത് ചേർന്നിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ യുദ്ധനീതിയുടെ ഭാഗമാണ്. അതൊന്നും നമുക്ക് അധർമ്മമാണ് അല്ലെങ്കിൽ അതൊന്നും പിന്നെ എന്താണ് മൊറാലിറ്റി, പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഈ ഒരു യുദ്ധത്തിൽ രാജനീതിയിൽ ഇതൊക്കെ സംഭാവ്യമാണ് എന്നുള്ളൊരു മഹാഭാരതത്തിലൊരു പാഠമാണ്. ഇവിടെ കാലുമാറി വന്ന വേറെ ആരുമല്ല, നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മഹാഭാരതത്തിൽ അവഗണിക്കപ്പെട്ട ഒരുപാട് ഏകലവ്യനെക്കുറിച്ചും കർണനെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അവിടെ ദുര്യോധന പക്ഷത്ത് അവഗണന ഏറ്റുവാങ്ങിയ ഒരു കഥാപാത്രമുണ്ട് അവിടെ. അത് യുയുത്സു എന്ന് പറയുന്ന ധൃതരാഷ്ട്രയുടെ മകനാണ്. ധൃതരാഷ്ട്രയുടെ 102ാമത്തെ മകനാണ് യുയുത്സു, അറിയാലോ. ഗാന്ധാരി പ്രസവിച്ച് കിടന്ന സമയത്ത് ഗാന്ധാരിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ഒരു ഭൃത്യയായിട്ടുള്ള ഒരു വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയിൽ ധൃതരാഷ്ട്രക്കുണ്ടായ ഒരു രഹസ്യപുത്രനാണെങ്കിലും പിന്നീട് അത് പരസ്യമായി എന്നുള്ളത് വേറെ കാര്യം. യുയുത്സു എന്ന് പറയുന്ന ആൾ, ആ യുയുത്സുവിന് ഈ ധൃതരാഷ്ട്രപുത്രൻ എന്നുള്ള ഒരു യോഗ്യതയോ പദവിയോ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൗരവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എണ്ണുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ പോരാളിയായിട്ട് അവിടെ അവരുടെ പക്ഷത്ത് യുദ്ധം ചെയ്യുന്നു. അദ്ദേഹം കൂറുമാറി പാണ്ഡവപക്ഷത്ത് ചേരുന്നു. എന്ന് മാത്രമല്ല, യുദ്ധം കഴിഞ്ഞതിന് ശേഷം 18 ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിച്ച ശേഷം പാണ്ഡവന്മാർ ജയിച്ചു എന്ന കാര്യം ഈ ഹസ്തനപുരിൽ ചെന്ന് ആ വാർത്ത പറയാൻ വേണ്ടിയിട്ട് അയക്കുന്നത് ഇതേ യുയുത്സുവിനെയാണ് എന്നുള്ളത് കാലം കാത്തുവെച്ച ഒരു നീതിയാണ് വാസ്തവത്തിൽ. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന വിതുരരാണ്. വിതുരർ പറയാണ്, മോനെ എന്താ നീയെങ്കിലും ബാക്കിയായല്ലോ, നിൻ്റെ വൃദ്ധ പിതാവിന് നീ ഒരു യഷ്ടിയായിട്ട് മാറണം എന്ന് പറയുന്നു. അന്ധനായ നിൻ്റെ പിതാവിന്, യഷ്ടി എന്ന് വെച്ചാൽ ഊന്നുവടി, അന്ധനായ ഈ 101 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 101 മക്കൾ അദ്ദേഹം പ്രാണനെപ്പോലെ ജീവനെപ്പോലെ സ്നേഹിച്ച മക്കളൊക്കെ തന്നെ വേണ്ടാധീനങ്ങൾ ചെയ്തിട്ട്, തോന്നിയവാസം ചെയ്തിട്ട് യുദ്ധത്തിൽ മരിച്ചിട്ട് അച്ഛന് ഒരു തുണയാകാൻ സാധിക്കാതിരുന്നപ്പോൾ എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെട്ട് അനധികൃതനായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഈ യുയുത്സുവിനാണ് വിതുരർ പറയുന്നത്, നീ അച്ഛൻ്റെ ഊന്നുവടിയായിട്ട് മാറാൻ നിനക്ക് ഭാഗ്യം സിദ്ധിച്ചല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ധൃതരാഷ്ട്രർക്ക് ഒരു പാഠമാണ്. അതുപോലെ ഈ പറയുന്ന മഹാഭാരതത്തിലെ അവഗണിക്കപ്പെട്ട കഥാപാത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ ആരും യുയുത്സുവിൻ്റെ കഥ നോവലായിട്ട് എഴുതിയിട്ടില്ല അല്ലേ. ഇപ്പം MT വാസുദേവൻ നായരൊക്കെ നോവലൊക്കെ എഴുതിയിട്ട് വിഷയം കിട്ടാതായപ്പോൾ അദ്ദേഹം മഹാഭാരതം എടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു നോവൽ എഴുതാനുള്ള ഒരു തീമും കിട്ടിയില്ല. പിന്നെ ഒരു 18 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ ഒരു വാരാണസി എന്ന് പറയുന്ന നോവൽ എഴുതി. അത് ആരും വായിച്ചുമില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ 2 പേജ് വായിച്ചിട്ട് പിന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ആ വശ്യ വചസ് ഉണ്ടല്ലോ, അത് എവിടെയോ കൈമോശം എന്ന് പോയി. ഞാൻ പറയാം വ്യാസൻ്റെ ശാപം കൊണ്ടാണെന്ന് ഞാൻ പറയാം.
വ്യാസൻ്റെ മേലെ കൈവച്ചതിന് ശേഷം എം ടിക്ക് പിന്നെ ഒരു നല്ല കൃതി, നല്ലൊരു കഥയോ ഒരു നോവലോ എഴുതാൻ അദ്ദേഹം സാധിച്ചിട്ടില്ല എന്നും ഇപ്പോഴും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ജ്ഞാനപീഠമൊക്കെ കിട്ടിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന് ആ പേന രണ്ടാമത് അതുപോലെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇവരാരും ഈ യൂസുഫിൻ്റെ കഥ പറയില്ല. മറിച്ച് കർണൻ്റെയോ അല്ലെങ്കിൽ ശകുനിയുടെയൊക്കെ കഥ ഇപ്പം വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. അല്ലേ, ശകുനി ഇങ്ങനെ എന്തുകൊണ്ടാണ് ശകുനി ഇങ്ങനെയായി മാറിയത്, അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നാണ്, ഏത് മഹാഭാരതമാണ് ഇവർക്കിത് കിട്ടിയത് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ശകുനിയെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു വാഴ്ത്തപ്പെട്ടവനാക്കി മാറ്റിയിട്ട് മഹാഭാരതത്തിൻ്റെ കഥ ഇങ്ങനെ തകിടം മറിച്ചിട്ട് കൊണ്ടുപോകാൻ അവർക്ക് വലിയ അപ്പോൾ നമ്മളെ ആളുകൾ ഇത് വായിച്ചിട്ട് വാട്സപ്പ് മഹാഭാരതം വായിച്ചിട്ട് അയ്യോ ശകുനിയുടെ കാര്യം എന്നോടൊക്കെ പറഞ്ഞു, തിരുമേനി ഇത് നോക്കിയില്ല, ശകുനിയുടെ കഥ നിങ്ങളൊന്ന് സപ്താഹത്തിൽ പറയാറില്ലല്ലോ, ശകുനി ഇങ്ങനെയാണ് പാവം എന്ന് ഇങ്ങോട്ട് കഥ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഭാരതീയരുടെ ഒരു വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ മൂലഗ്രന്ഥം വായിക്കില്ല എന്നുള്ളതാണ്. മൂലഗ്രന്ഥം വായിക്കാതെ ആരെങ്കിലും പറയുന്നത് കേൾക്കുകയും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുകയും ചെയ്യും. ഇത് വായിക്കാതെ തന്നെ ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി മഹാഭാരതം വായിച്ചില്ലേ, ഗംഭീരമാണ്, ശകുനിയാണ് അതിലെ നായകൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ പറയാൻ തുടങ്ങുക. അപ്പോൾ ഇവിടെ ഈ യൂത്സു ഒരു ഉപേക്ഷിക്കപ്പെട്ട കഥാപാത്രമായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ യൂസുഫ് കാലം മാറി വന്നു. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹോംവർക്ക് ചെയ്യണമെന്നും എന്തൊക്കെ നമുക്ക് തന്ത്രം കൊണ്ടും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ തന്നെ യുദ്ധത്തിൻ്റെ എതിരാളിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ഒരു ശംഖനാദം കൊണ്ടും സാധിക്കുമെന്ന് ഭഗവാൻ തെളിയിച്ചിട്ടുണ്ട്. അല്ലേ, തസ്യ സഞ്ജയൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഹൃദയാനി വ്യദാരയൻ. അല്ലേ, ഭഗവാന്റെ ശംഖനാദം കേട്ടിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പാഞ്ചന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ടം തത്മോ മഹാശംഖം ഭീമകർമ്മ മൃഗോദര, അതല്ല ആ ശബ്ദങ്ങളൊക്കെ കേട്ട സമയത്ത് ധാർത്തരാഷ്ട്രാണം ഹൃദയാനി അവരുടെ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയത്തെ പിളർക്കുന്നതായിരുന്നു ഈ ശംഖനാദം തന്നെ. ഈ ശംഖനാദം ഇതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ 11 അക്ഷൗഹിണി സൈന്യത്തിൻ്റെ ശംഖനാദത്തെക്കാളും ഉച്ചത്തിലായിരുന്നു 7 അക്ഷൗഹിണിയുടെ ശംഖനാദം. അത് കേട്ടപ്പോൾ ഇനി നമ്മൾ ജയിക്കില്ല എന്ന് തോന്നുന്ന രീതിയിൽ ശത്രുവിൻ്റെ ആത്മവിശ്വാസം കെടുത്താൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 20 സീറ്റും ജയിക്കും. അപ്പോൾ ഒരാളെ ചങ്ങനോടെ 20 സീറ്റ് ഇവർ ജയിക്കുക, ഇവർ 15 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയുള്ളവരും പറയും ഞങ്ങൾ മുഴുവൻ സീറ്റും ജയിക്കുന്നത്. ഇത് യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമാണ്. എതിരാളിയെ ഒരു അങ്കലാപ്പിലാക്കുക, ആശയക്കുഴപ്പത്തിലാക്കുക, ഇതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ആദ്യമേ പ്രയോഗിച്ചിട്ട് ആ വിജയം ഉറപ്പിക്കുന്ന ആ ഒരു യുദ്ധതന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയാണ് ഈ പറയുന്ന യുദ്ധത്തിൽ ഈ ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഭീഷ്മരുമായിട്ട് ആ 9-ാം ദിവസം വൈകുന്നേരം ഇവർ യുദ്ധം കഴിഞ്ഞിട്ട് ഭീഷ്മരെ ചെന്ന് കാണുന്നു. അപ്പോൾ അദ്ദേഹം ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്, ഈ ശിഖണ്ഡി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, വാസ്തവത്തിൽ അദ്ദേഹം പുരുഷൻ തന്നെയാണ്. നമ്മൾ സാധാരണ ഈ ആണും പെണ്ണും കെട്ട ആൾ എന്നുള്ള അർത്ഥത്തിൽ ശിഖണ്ഡി എന്ന് ആളുകളെ വിളിക്കാറുണ്ടെങ്കിലും അദ്ദേഹം സ്ത്രീയായിട്ട് ജനിച്ചിട്ട് പിന്നീട് പുരുഷത്വം ഒരാളിൽ നിന്ന് വാങ്ങി സ്ത്രീത്വം കൊടുത്തു, അങ്ങനെയാണ്. പിന്നെ പുരുഷനായിട്ട് ജീവിച്ചു. നല്ല യോദ്ധാവാണ്, പരാക്രമിയൊക്കെ തന്നെയാണ് ഈ ശിഖണ്ഡി എന്ന് പറയുന്ന ആൾ. പരാക്രമമില്ലാത്ത ഒരാൾ അവിടെ നമ്മൾ കാണുക ഈ വിരാട് രാജാവിൻ്റെ മകനായ ഉത്തരനാണ്. അല്ലേ, അദ്ദേഹം ഈ ഞാണലി കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് പറിച്ചു പോകുന്ന ഒരു ആളായിരുന്നു ഉത്തരൻ. പക്ഷേ ശിഖണ്ഡി നല്ല വീരയോദ്ധാവായിരുന്നു. പക്ഷേ ഭീഷ്മർ പറയാണ് ആ ശിഖണ്ഡി പണ്ടെപ്പോഴോ സ്ത്രീ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ശിഖണ്ഡി മുന്നിൽ വന്നു നിന്നാൽ ഞാൻ യുദ്ധം ചെയ്യില്ല. അപ്പോൾ ആ ശിഖണ്ഡിയെ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അർജുനൻ അമ്പ ചെയ്ത് എന്നെ വീഴ്ത്തട്ടെ. അത് കേട്ട സമയത്ത് അർജുനൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ മുത്തച്ഛൻ എന്താ വെച്ചാൽ അർജുനൻ പറയുന്നത് അറിയോ, ഞാൻ ചെറിയ പ്രായത്തിൽ മണ്ണിൽ കളിച്ച് നടന്ന് ശരീരമായ മണ്ണ് പുരണ്ട് ഓടിച്ചെന്ന് ഭീഷ്മരുടെ മടിയിൽ ചാടി കയറും. അദ്ദേഹം മണ്ണ് പറ്റും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാറില്ല. അദ്ദേഹം കുളിച്ച് ജപിക്കുന്ന സമയത്താണ് ചളി പുരണ്ട ശരീരം ഓടിച്ചാടി അച്ഛാന്ന് വിളിച്ചിട്ട് ഞാൻ പോയിട്ട് ഭീഷ്മരുടെ മടിയിൽ ചാടി കയറിയിരിക്കും. അപ്പോൾ ഭീഷ്മർ പറയും ഞാൻ മോനെ എൻ്റെ അച്ഛനല്ല മോനെ, ഞാൻ എൻ്റെ മുത്തച്ഛനാ മോനെ എന്ന് പറഞ്ഞിട്ട് എന്നെ മടിയിൽ ഇരുത്തിയിട്ട് അദ്ദേഹം ലാളിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അച്ഛനില്ലാതെ വളർന്ന ആളുകളാണ് പാണ്ഡവന്മാർ. കർണനെക്കുറിച്ച് നമ്മൾ പറയും അമ്മയില്ലാതെ വളർന്നു, അതുകൊണ്ടാണ് തെമ്മാടിയായി പോയത്. അപ്പോൾ അച്ഛനില്ലാതെ വളർന്ന പാണ്ഡവന്മാരും തെമ്മാടിയാകാൻ ഒരു അനുവാദം കൊടുക്കലല്ലേ അത്.
ഇവിടെ യൂത്സുവിന് വേണമെങ്കിൽ തെമ്മാടിയാകാമായിരുന്നു. കാരണം അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് അവിടെ ഒരു വൃത്യനായിട്ട് കഴിയുന്ന ആളാണ് യൂത്സു എന്ന് പറയുന്ന ആൾ. ഇങ്ങനെ ഒരുപാട് അച്ഛനെ ഉപേക്ഷിച്ചവരും അമ്മയെ ഉപേക്ഷിച്ചവരൊക്കെ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരാരും കർണനെ പോലെ തെമ്മാടിയോ ഒന്നും ആയിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സ്നേഹം, അച്ഛൻ്റെ സ്നേഹം മുത്തച്ഛനായ ഭീഷ്മർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ മുത്തച്ഛനെ ഞാൻ എങ്ങനെയാണ് പിന്നിൽ നിന്ന് അമ്പെയ്ത് വീഴ്ത്തുക എന്നാണ്. അതിന് ഭഗവാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ജയാം സമീചയത് വൃദ്ധം ഗുണൈരപി സമന്വിതം ആതതായിന മായാന്തം ഹന്യാത് ഘാതകമാത്മന. ഇതൊരു സ്മൃതിവാക്യത്തിൻ്റെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വേർഷനാണ്. ആതതായിന മായാന്തം ഹന്യാദേവാ അവിചാരയൻ എന്നുള്ള സ്മൃതിവാക്യമുണ്ട്. ഗുരും വാ ബാലവൃദ്ധോ വാ ബ്രാഹ്മണം വാ ബഹുശ്രുതം ആതതായിന മായാന്തം എന്നാണ് സ്മൃതിവാക്യം. അതായത് ഗുരുവായാലും ശരി, ആചാര്യനായാലും ശരി, വൃദ്ധനായാലും ബാലനായാലും ബ്രാഹ്മണനായാലും അവൻ ആതതായി ആണെങ്കിൽ വിചാരം കൂടാതെ കൊന്നുകളയണം എന്നുള്ളതാണ്. അവിടെ യുദ്ധത്തിൻ്റെ നീതി നോക്കേണ്ട കാര്യമില്ല. ആതതായി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലക്ഷണം സ്മൃതികൾ പറഞ്ഞിട്ടുണ്ട്. അഗ്നിതോ ഗരതശ്ചൈവ എന്നൊക്കെയുള്ള ലക്ഷണമുണ്ട്. അതായത് മറ്റുള്ളവരെ അഗ്നിക്കിരയാക്കിയിട്ട് കൊല്ലുക, വിഷം കൊടുത്ത് കൊല്ലുക, ക്ഷേത്രധാരാപഹർത്താച, മറ്റുള്ളവരെ വയൽ കൃഷിഭൂമി പിന്നെ കയ്യടക്കി വെക്കുക, മറ്റുള്ളവരെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോവുക, പിന്നെ വെറുതെ ശസ്ത്രപാണി വെറുതെ ആയുധം ധരിച്ച് ആളുകളെ പേടിപ്പിച്ച് നടക്കുക തുടങ്ങിയ ഇന്നത്തെ ഭീകരവാദികൾ. ഈ ഭീകരവാദികളുടെ ലക്ഷണമാണ് ഈ ആതതായി ലക്ഷണമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പറയുന്നു, നിൻ്റെ പിതാമഹൻ, നിൻ്റെ മുത്തച്ഛൻ കേവലം നിന്നെ സ്നേഹിച്ചു എന്ന് ശരിയാണ്, പക്ഷേ അദ്ദേഹം ഒരു ആതതായിയാണ്. ആതതായിന മായാന്തം ജയാംസമപി ചേത് വൃദ്ധം ഗുണൈരപി സമന്വിതം. എല്ലാ ഗുണങ്ങളും ചേർന്നവനാണ്, ശ്രേഷ്ഠനാണ്, പണ്ഡിതനാണ്, വൃദ്ധനാണ്, പക്ഷേ അദ്ദേഹം എന്താണ്? ആതതായിയാണ്. ഇപ്പോൾ അദ്ദേഹം ആതതായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത് കൊണ്ട് ഹന്യാത് ഘാതകം ആത്മനഹ ഘാതകം. നിന്നെ കൊല്ലാൻ വരുന്ന ആളാണ്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അർജുനനെ കൊല്ലാൻ തന്നെ യുദ്ധം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭഗവാനാണ് ആ സമയത്ത് ഭീഷ്മർക്കെതിരെ ആയുധം എടുത്തിട്ട്, കാരണം അർജുനൻ ഭീഷ്മരുടെ മേലെ ഈ പുഷ്പം കൊണ്ട് അർച്ചിക്കുന്ന പോലെയാണ് അമ്പെയ്ത്ത്. അർജുനൻ്റെ ഈ അമ്പെയ്ത്ത് എന്ന് പറയുന്നത് പല രീതിയിലാണ്. അദ്ദേഹത്തിന് പല രീതിയിൽ അമ്പെയ്യാൻ പറ്റും. അദ്ദേഹം യാദവന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. സുഭദ്ര ആഹരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം അമ്പുകൾ തിരിച്ചു പിടിച്ചാണ് യുദ്ധം ചെയ്തത്. ഈ മൂർച്ചയുള്ള ഭാഗം കൊള്ളാൻ പാടില്ല. മറ്റേ മറുഭാഗത്ത് തൂവലാണ്. തൻ്റെ ബന്ധുക്കളാണ്, കാരണം ശ്രീകൃഷ്ണൻ്റെ ബന്ധുക്കളാണ്, താൻ വിവാഹം കഴിച്ച ഈ സുഭദ്രയുടെ ബന്ധുക്കളാണ്. അവർക്ക് വേദനിക്കാൻ പാടില്ല, അവരെ കൊല്ലാനും പാടില്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ അസ്ത്രങ്ങൾ തിരിച്ച് എയ്തിട്ട് അവരെ മേലെ ചെറുതായിട്ട് ഇങ്ങനെ കല്ലെടുത്ത് എറിയുന്നത് പോലെ. എന്നിട്ട് അത് അത്രയും ശരങ്ങൾ വരുന്നതുകൊണ്ട് പതിനായിരക്കണക്കിന് ശരങ്ങൾ ഇങ്ങനെ ചെയ്യാൻ അദ്ദേഹം സാധിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ യാദവന്മാർ പേടിച്ച് കൊണ്ട് വേദനിച്ച് ഓടിയെന്നാണ്. അങ്ങനെ ഈ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സ്നേഹം കാണിക്കുന്ന ആളാണ് അർജുനൻ. ഭീഷ്മരോട് യുദ്ധം ചെയ്ത സമയത്ത് ഇങ്ങനെ മൃദു യുദ്ധം ചെയ്തു എന്നാണ്. ഭഗവാന് തന്നെ അത് കണ്ടിട്ട് ക്ഷമ കിട്ടിയിട്ടാണ് അദ്ദേഹം ചെയ്ത് ഓടി ഭീഷ്മനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങി പോകുന്നത്. 2 തവണ ഭഗവാൻ അങ്ങനെ ഭീഷ്മനെ കൊല്ലാൻ വേണ്ടി പോകേണ്ടി വന്നു. കാരണം ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒക്കെ പറഞ്ഞു. കാരണം അദ്ദേഹം ഒരു ക്ഷത്രിയനാണ്, ധർമ്മയുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ആളാണ്. അങ്ങനെ വളരെ രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. യുദ്ധത്തിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. കാരണം പിന്നെ കർണൻ ശല്യരോട് ചോദിക്കുന്നു, ഞാൻ കൊല്ലപ്പെട്ടാൽ അങ്ങ് എന്ത് ചെയ്യും? അതേ സമയത്ത് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, ഞാൻ കൊല്ലപ്പെട്ടാൽ അങ്ങ് എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞു, ഞാനില്ല, ബാക്കി എല്ലാവരും ഞാൻ കൊല്ലും. ഭഗവാന് ഈ പ്രതിജ്ഞയെന്ന് ഭഗവാന് അവിടെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പ്രതിജ്ഞ എടുക്കുക എന്ന് പറയുന്നത്, ഞാൻ ആയുധം എടുക്കില്ല. അദ്ദേഹം ശരിയാണ്, പക്ഷേ ഞാൻ ദുഷ്ടന്മാരെ കൊല്ലാൻ ഞാൻ ആയുധം എടുക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആയുധം എടുത്ത് എല്ലാവരെയും ശമിപ്പിച്ച് യുധിഷ്ഠിരനെ ഞാൻ രാജാവാക്കും. ഇങ്ങനെ ഭഗവാന്റെ അതാണ് ഭഗവാനെ അർജുനൻ യുദ്ധത്തിൽ വരിക്കാനുള്ള കാരണം. കാരണം അതാ സമയത്ത് അദ്ദേഹം ആ ഉപായങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടി പറയുന്നു. ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് യുദ്ധം ചെയ്യുന്നു. അർജുനൻ അമ്പെയ്യുന്നു. ഭീഷ്മർ അഭിമാനത്തോടു കൂടി അപ്പോഴും പറയുകയാണ്, ഈ അമ്പുകളൊന്നും ശിഖണ്ഡിയുടേതല്ല, എൻ്റെ പുറകിൽ ഈ അമ്പ് തറച്ചിട്ട് അത് നെഞ്ചിലൂടെ പുറത്ത് വരുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ ശിഖണ്ഡിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൊച്ചുമകന് മാത്രമേ ഇങ്ങനെ അമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അമ്പുകൾ മറുപക്ഷത്തു കൂടി എൻ്റെ കവചം ഭേദിച്ച് പുറത്തേക്ക് വരുന്ന ഈ അമ്പുകളൊക്കെ എൻ്റെ കൊച്ചുമകൻ ചെയ്യുന്നതാണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം
വീഴുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയധികം പാണ്ഡവരുടെ വാത്സല്യം ഉണ്ടായിരുന്നു. ഈ യുദ്ധം തനിക്ക് മരിച്ച് വീഴാനുള്ള യുദ്ധമാണ് എന്ന് ഉറപ്പിച്ച് വന്ന ആളാണ്. അതാണ് ഈ ഭീഷ്മരുടെ മരണത്തെക്കുറിച്ച് പറയേണ്ടത്. ദ്രോണരുടേത് കുറേ കൂടി, ദ്രോണർ ഒരു പ്രൊഫഷണൽ കില്ലറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാശ് വാങ്ങിയിട്ട് കാശ് അപ്പുറത്ത് കൂടുതൽ കാശ് കൊടുത്താൽ അദ്ദേഹം അപ്പുറത്തേക്ക് കാല് മാറി യുദ്ധം ചെയ്യും. കാരണം അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാരണം അദ്ദേഹം ഈ ദാരിദ്ര്യം അനുഭവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കെട്ടുപോയിട്ട് കാശ് ആരോട് വേണമെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടി നടക്കുന്ന ആളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരശുരാമൻ്റെ അടുത്ത് ചെന്നത്. ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. ഭൂമി തീർന്നു പോയി എന്ന് പറഞ്ഞു. എല്ലാം കശ്യപന് ദാനം ചെയ്തിട്ട് തപസ് ചെയ്യുന്ന ആളോടെ പോയി, നീ ഒരു 5 മിനിറ്റ് മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരുമായിരുന്നു, ധനം തരുമായിരുന്നു. ഇപ്പോൾ ഞാൻ അടുത്ത് കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ധനുർവേദം മാത്രമേ ഉള്ളൂ, അതും ഞാൻ വേണമെങ്കിൽ നിനക്ക് തന്നേക്കാം. ഈ ധനുർവേദ വിദ്യ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോയിക്കോന്നു. ഇതുകൊണ്ട് നീ ഉപജീവനം ചെയ്തോന്ന് പറഞ്ഞിട്ട് ഈ ധനുർവേദത്തെ വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല സ്ഥലം അന്വേഷിച്ച് വന്നിട്ടാണ് ഈ ഹസ്തനാപുരിയിൽ ഇവിടെ അവിടുത്തെ സർവ്വസേനാധിപൻ്റെ ജോലിയും കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ അസ്ത്രവിദ്യ പഠിപ്പിക്കാനുള്ള ജോലിയും അദ്ദേഹം തന്ത്രപൂർവ്വം കൈക്കലാക്കിയിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ രീതി, അദ്ദേഹം പറഞ്ഞു അർത്ഥസ്യ പുരുഷോദാസ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ യുദ്ധത്തെ സ്വീകരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ചതിപ്രയോഗങ്ങൾ ചെയ്തു. അഭിമന്യുവിനെ കൊല്ലാൻ അദ്ദേഹം നേതൃത്വം കൊടുത്തു. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒടുവിൽ 5 ദിവസത്തെ യുദ്ധം പൂർത്തിയാക്കി. ദ്രോണർ ഒരു തരത്തിലും ദ്രോണരുടെ അംഗക്കലി മാറുന്നില്ല. യുദ്ധം ചെയ്ത് അദ്ദേഹം ഒടുവിൽ പിന്നെ നിരപരാധികൾ, നിരായുധനായിട്ടുള്ള അനസ്ത്രജ്ഞന്മാരായ ആളുകളുടെ നേരെ അദ്ദേഹം ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തു വിടുകയാണ്. ദ്രോണർ വളരെ മനുഷ്യത്വരഹിതമായിട്ടാണ് യുദ്ധം ചെയ്തതെന്ന് പറയുന്നു. ബ്രഹ്മാസ്ത്രം വരെ പ്രയോഗിച്ചു. സാധാരണ കാലാൾ പടക്ക് നേരെ ഈ ബ്രഹ്മാസ്ത്രം ചെയ്തിട്ട് അവരെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഈ കണ്ണും ചെകിടും ഇല്ലാത്ത രീതിയിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ കൊണ്ട് പാണ്ഡവ സൈന്യത്തെ അങ്ങനെ മുറ്റുകൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തിൽ മഹർഷിമാർ വന്നിട്ട് ഇദ്ദേഹത്തെ തടയാൻ വരികയാണ്. ഋഷിമാരായിട്ടുള്ള ഈ വിശ്വാമിത്രൻ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വരുന്നത്. അഗ്നിയാണ് ഒരു ബ്രാഹ്മണൻ്റെ ദേവത. അഗ്നിർദേവോ ദ്വിജാതീന എന്നാണ്. അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് ഇവർ വന്നിട്ട് വിശ്വാമിത്രൻ, ജമദഗ്നി, ഭരദ്വാജൻ, ഗൗതമൻ, വസിഷ്ഠൻ, അത്രി, ഗർഗൻ, വാലഖില്യന്മാർ, അങ്കിരസ് മുതലായിട്ടുള്ള മഹർഷിമാർ, പിന്നെ സൂക്ഷ്മ ശരീരികളായിട്ടുള്ള മറ്റനേകം മഹർഷിമാരും ആകാശത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുകയാണ്, ദ്രോണാചാര്യരെ, അല്ലയോ വിപ്ര, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് യുദ്ധം നിർത്തണം. കാരണം അങ്ങ് ചെയ്യുന്ന എന്താണ്? അധർമ്മതകൃതം യുദ്ധം സമയോ നിധനസ്യതേ. അങ്ങ് ചെയ്യുന്ന യുദ്ധം അധർമ്മമായ യുദ്ധം, അധാർമികമായ യുദ്ധമാണ് ചെയ്യുന്നത്. അങ്ങക്ക് മരിച്ചു വീഴേണ്ട സമയമായി. വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണല്ലോ. അപ്പോൾ ഇത് അങ്ങയുടെ ഒടുക്കത്തെ യുദ്ധമാണ്. ഇനി യുദ്ധം ചെയ്യാൻ അങ്ങക്ക് യോഗ്യതയില്ല, അർഹതയില്ല. അത്രയധികം ക്രൂരമായിട്ടാണ് അങ്ങ് ഇവിടെ ആളുകളെ കൊല്ലുന്നത്. നാദക്രൂരതരം കർമ്മ, ഇതിലും വലിയ ക്രൂരകർമ്മം ഇനി വേറെ ചെയ്യാനില്ല. പുനഃ കർത്തുമിഹാർഹസി വേദാംഗ വിദുഷ, അങ്ങ് വേദവും വേദാംഗങ്ങളും പഠിച്ച ആളായിട്ടും സത്യധർമ്മത്തെ പാലിക്കാൻ പ്രതിബദ്ധനായിട്ടും ബ്രാഹ്മണസ്യ വിശേഷേണ ബ്രാഹ്മണനായിട്ട് ജനിച്ച ആളുമാണ്. ഇതൊന്നും അങ്ങേക്ക് ചേർന്നതല്ല. അതുപോലെ ബ്രഹ്മാസ്ത്രേണ ത്വയാ ദഗ്ധോ അനസ്ത്രജ്ഞ നരാഭുവി, അസ്ത്രജ്ഞാനം ഇല്ലാത്ത ആളുകളുടെ മേലെ അങ്ങ് ബ്രഹ്മാസ്ത്രം മുതലായിട്ടുള്ള അസ്ത്രങ്ങൾ ചെയ്തിട്ട് അങ്ങ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ആയുധം താഴെ വെക്കുക എന്ന് പറഞ്ഞ് ഈ മഹർഷി ഈശ്വരന്മാർ മുഴുവൻ പറഞ്ഞു. മഹർഷിമാരുടെ വാക്യത്തിന് അതിനപ്പുറം അന്ന് മറ്റൊരു വാക്കില്ല വാസ്തവത്തിൽ. മഹർഷിമാർ പറഞ്ഞാൽ അതൊരു അവസാനത്തെ വാക്കായിട്ട് സ്വീകരിക്കണമെന്നുള്ളതാണ്. പക്ഷേ അതുപോലും അദ്ദേഹം സ്വീകരിക്കാതെ ഈ അംഗക്കലി കൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്ത് ആളുകളെ കൊന്നൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, മഹർഷിമാർ പോലും പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഈ ദ്രോണരെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ആ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്താണ്? അദ്ദേഹം പ്രായോപവേശം ചെയ്യും. എങ്ങനെ? അഹിതം കേട്ടാൽ പ്രായോപവേശം ചെയ്യും. അഹിതം കേൾപ്പിക്കുക വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ ഈ പാണ്ഡവപക്ഷത്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റാനുള്ള ഒരു തന്ത്രം, ആ രീതിയിലൊരു മെക്കാനിസം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ വേണമെങ്കിൽ അവരൊന്ന് കൂടി ചേർന്ന് പെട്ടെന്ന് ഒരു ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും. പാണ്ഡവന്മാർ 5 പേരും ചേർന്നു, കൃഷ്ണനും വന്നു, എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു കള്ളം ഇപ്പം പറയണം. എന്താ കള്ളം പറയുക?
അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചു എന്ന് പറയണം. അതാണ് ഏറ്റവും വലിയ അഹിതം. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾ അശ്വത്ഥാമാവാണ്. അപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം. അങ്ങനെ മരിക്കാത്ത ആളെ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അല്ല, അശ്വത്ഥമാവ് എന്ന് പേരുള്ള ഒരു ആനയെ കൊന്നാൽ മതി. അപ്പോൾ അശ്വത്ഥമാവ് എന്ന് പറയുന്നൊരു ആന അത് ഇന്ന ആളിൻ്റെ ആനയാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അന്നേരം പേരിട്ടതല്ല. മുമ്പേ തന്നെ ആനക്ക് നമ്മൾ കോട്ടയം ചന്ദ്രശേഖരൻ എന്നൊക്കെ പേരിടാറുണ്ടല്ലോ നമ്മൾ, അല്ലേ? പലതരത്തിലെ പേരിടാറുണ്ട്, വലിയ വലിയ പേരൊക്കെ ഇടും ആനയ്ക്ക്. അപ്പോൾ അവർ എന്തോ കാരണത്താൽ ആ ഒരു രാജാവ് അദ്ദേഹത്തിന് ആനക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. അങ്ങനെ ഒരു ആന ഇവിടെ ഉണ്ട്. ആ ആനയെ കൊന്നിട്ട് അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ മതി, കള്ളനാവും വേണ്ട. അനൃതം ച ഭവേ സത്യം സത്യം ജൈവ അനൃതം ഭവേത് യത് ഭൂതഹിതമത്യന്തം തസത്യമിതി നിശ്ചയ എന്ന് ആവർത്തിച്ച് അവിടെ ഭഗവാൻ പറയുന്നു. ചിലപ്പോൾ കള്ളം സത്യമായിട്ട് മാറും, ചിലപ്പോൾ നേര് എന്ന് വെച്ച് നമ്മൾ പറയുന്നത് അസത്യമായിട്ടും ഭവിക്കും. കാരണം സത്യം എന്ന് പറയുന്നത് എന്താണ്? ഭൂതഹിതം, ജീവജാലങ്ങൾക്ക് ഹിതകരമായ വാക്യമാണ് സത്യം. അതിന് വിരുദ്ധമായിട്ടുള്ളത് അസത്യമായിട്ടും വരും എന്നുള്ളത് കൊണ്ട് ഇവിടെ അത് സർവഭൂതഹിതങ്ങൾക്കും ഹിതമാകുന്ന, സർവഭൂതങ്ങൾക്കും ഹിതകരമായിട്ടുള്ള ഈ ഒരു കാര്യം അങ്ങ് യുധിഷ്ഠിരൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഭീമൻ അങ്ങനെ ആ ആനയെ അടിച്ചു കൊന്നു, ഉറക്കെ വിളിച്ച് നടക്കുകയും ചെയ്തു. അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു എന്ന് വിളിച്ച് പറഞ്ഞു. അത് കേട്ട് ദ്രോണർക്ക് അത്ര വിശ്വാസമൊന്നുമായില്ല. അദ്ദേഹം വീണ്ടും ഇതേപോലെ യുദ്ധം അതേ വിയറോടുകൂടി യുദ്ധം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിര മഹാരാജാവും വന്നിട്ട് ഇദ്ദേഹത്തെ ഉറക്കെ പറഞ്ഞു, അശ്വത്ഥമാവ് കുഞ്ചര എന്ന് അദ്ദേഹം ഇങ്ങനെ ഉപാംശുവായിട്ട് ചെറുതായിട്ട് പറഞ്ഞു. അശ്വത്ഥമാവ് എന്ന പേരുള്ള കുഞ്ചരം എന്ന് പറഞ്ഞു ചെറുതായിട്ട്. എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അകപ്പാടെ ഒരു അങ്കലാപ്പുണ്ടായി, ഒരു വേവലാതി ഉണ്ടായി, ശരീരം അല്പം തളരുന്നതായിട്ട് തോന്നി. പക്ഷെ അദ്ദേഹം അപ്പോഴും തൻ്റെ പ്രതിജ്ഞയൊന്നും പാലിച്ചില്ല. കാരണം ഇത് തുടങ്ങി വെച്ചതൊന്നും ഇദ്ദേഹത്തിന് മുഴിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം അതിഘോരമായിട്ട് യുദ്ധം ചെയ്തു. നിരവധി പേരെ വീണ്ടും അദ്ദേഹം ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് കൊല്ലുന്നു. യുദ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ഭീമൻ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ രഥത്തിന് അടുത്തിങ്ങനെ മുട്ടി ഉരസിക്കൊണ്ടിങ്ങനെ പോവുകയാണ്. അതാണ് രഥം ആശ്ലിഷ്യ എന്നാണ്. ദ്രോണം ആശ്ലിഷ്യതം രഥം എന്നാണ്. ദ്രോണനെ ആശ്ലേഷിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു എന്ന് വെച്ചാൽ രഥങ്ങളിങ്ങനെ ഉരസിക്കൊണ്ട് സഞ്ചരിക്കുക പ്രത്യേക രീതിയിൽ. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അപ്പോൾ പറയുന്നത് പെട്ടെന്ന് കേൾക്കാൻ സാധിക്കും. ചെറുതായിട്ട് പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്ന രീതി അത്ര അധികം അടുത്ത് ചെന്നിട്ട് ഭീമൻ പറയുകയാണ്, അഹിംസയാണ് പരമധർമ്മം എന്നറിയാത്ത മകനെയും ഭാര്യയും പുലർത്താൻ വേണ്ടിയിട്ട് സ്വന്തം ബ്രാഹ്മണധർമ്മം വിട്ട് ക്ഷത്രിയധർമ്മം സ്വീകരിച്ചാലോ ബ്രാഹ്മണ അങ്ങിപ്പോൾ ചെയ്യുന്നത് ചണ്ടാളധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അവയെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങ് ഏത് മകന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ബ്രാഹ്മണധർമ്മം വിട്ട് ക്ഷത്രിയധർമ്മം സ്വീകരിച്ചത്, ആ മകന് ഇതാ പോയി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് സ്വയം ഒരു ആത്മഗ്ലാനി ഉണ്ടാവുകയും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ധ്യാനം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യുന്നു. ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും ദൃഷ്ടത്വം തയ്യാറായിട്ട് നിൽക്കുകയാണ്. വാളൂരിയിട്ട് അദ്ദേഹം നേരത്തെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വാളൂരി യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. ദ്രോണർ അദ്ദേഹത്തെ അസ്ത്രങ്ങളൊക്കെ കൊണ്ട് മൂടുന്നുണ്ട്. അവർ തമ്മിൽ ഘോരമായ യുദ്ധം ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഈ ഭീമൻ ഈ ഒരു തന്ത്രം പ്രയോഗിച്ചതും. ഇദ്ദേഹം ഇതൊക്കെ ആയുധമൊക്കെ താഴെ ഇട്ട് ഇരുന്നു. കണ്ണടച്ച് ഇരിക്കുമ്പോഴേക്കും ദൃഷ്ടത്വം ചാടി വന്ന് അദ്ദേഹത്തിൻ്റെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ ശരീരം വിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. ബ്രഹ്മലോകം പ്രാപിച്ചു എന്നാണ് പറയുന്നത് ധ്യാനം കൊണ്ട്. അങ്ങനെ ദൃഷ്ടദ്യുമ്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. അദ്ദേഹത്തിന് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ദ്രോണരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം. അത് അദ്ദേഹം സാധിച്ചു എന്ന് പറയാം. അങ്ങനെ കൊല്ലുന്നു. അപ്പോൾ ഇവിടെ ദ്രോണരും എന്തായിരുന്നു, കൊല്ലപ്പെടേണ്ട ആളായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം യുദ്ധമര്യാദകളെ ലംഘിച്ച ഒരാളായിരുന്നു. പിന്നെ കർണനാണ് വരുന്നത്. കർണൻ്റെ യുദ്ധമര്യാദകളും നേരത്തെ തന്നെ പറഞ്ഞു, അഭിമന്യുവിനെ വധിക്കുന്ന സമയത്തും അർജുനൻ്റെ നേരെ അദ്ദേഹം നാഗാസ്ത്രം പ്രയോഗിക്കുന്നു. അപ്പോൾ സാരഥിയായിട്ടുള്ള ശല്യര് പറഞ്ഞു, ശത്രുവിൻ്റെ കണ്ണ് ലക്ഷ്യമാക്കിയിട്ട് അമ്പ ചെയ്യാൻ പാടില്ല. കണ്ണുകൊണ്ടാണ് ഈ യുദ്ധം മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. കൈ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ണ് ഒരു പ്രധാന ഘടകമാണ്. ആ കണ്ണിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഭേദിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കണ്ണിനെ ലക്ഷ്യമാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കർണൻ പറഞ്ഞു, ഞാൻ എവിടെയാണോ ആദ്യം ഒന്ന് ലക്ഷ്യം പിടിച്ചത് അവിടത്തേക്ക് അമ്പ ചെയ്യുകയുള്ളൂ എന്നാണ് എൻ്റെ ശപഥം എന്ന് പറഞ്ഞു. അർജുനൻ്റെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട് അമ്പ ചെയ്തു. അത് യുദ്ധ മര്യാദയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഭഗവാൻ അവിടെ തന്ത്രം പ്രയോഗിച്ചു, തേര് താഴ്ത്തി
അർജുനൻ്റെ കിരീടം, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിരീടം, അദ്ദേഹത്തിന് കിരീടി എന്ന് പേര് വന്നത് തന്നെ അഗ്നി ഭഗവാൻ കൊടുത്ത ആ കിരീടത്തിൻ്റെ ആ ഒരു ശോഭ കൊണ്ടാണ്. ആ കിരീടം തെറിച്ച് പോയി. അദ്ദേഹം വേഗം ഈ തൻ്റെ ഈ വേഷ്ടി എടുത്തിട്ട് തല പിന്നെ കെട്ടിയെന്നാണ്. കാരണം ഇങ്ങനെ തല ഇങ്ങനെ നഗ്നമായിട്ട് രാജാവ് ഇരിക്കാനും പാടില്ല എന്നുള്ളതാണ്. അടുത്ത അമ്പ് കൊണ്ട് അദ്ദേഹം കർണൻ്റെ കിരീടവും അദ്ദേഹം താഴെ വീഴ്ത്തി അതിന് പ്രതികാരം ചെയ്തു. എനിക്ക് നടക്കുന്നു. ഇത് ഇങ്ങനെ കർണൻ പല തരത്തിലും അർജുനനോടും പലതരത്തിലുള്ള മര്യാദ വിട്ടുകൊണ്ട് ഇതൊക്കെ ചെയ്തു. അതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ചക്രം താഴ്ന്നു പോകുന്നത്. ചക്രം താഴ്ന്നു പോകുന്നതോട് കൂടിയിട്ട് കർണൻ താഴെ ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് തോന്നുന്നു അവിടെ എന്താണ് കർണൻ, അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പം ഒരാൾ രഥം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് സഹായിക്കും, വേറൊരാൾ രഥത്തിലേക്ക് പാഞ്ഞ് കയറും. അത് കർണൻ അതിൽ സമർത്ഥനുമാണ്. കർണൻ ഈ വിരാടൻ്റെ ഗോഹരണ സമയത്ത് ആണെന്ന് തോന്നുന്നു അർജുനൻ്റെ അമ്പേറ്റ് ഒരു രക്ഷയുമില്ലാതെ ഇദ്ദേഹം സ്വന്തം തേര് തകർന്നപ്പോൾ വികർണൻ്റെ തേരിൽ പാഞ്ഞു കയറിയിട്ട് അത് കൂടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നീ ഇറങ്ങടാന്ന് പറഞ്ഞ് വികർണനെ പിടിച്ച് ആളെ ഇറക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ തേരിൽ കയറിയിട്ട് ജീവനം കൊണ്ട് ഓടിയ ആളാണ് കർണൻ. അതുപോലെ പിന്നെ ഘോഷയാത്രാ പർവ്വത്തിൽ അദ്ദേഹം ഈ ചിത്രരഥൻ്റെ ആക്രമണം ഏറ്റിട്ട് ദുര്യോധനൻ കാണാതെ അദ്ദേഹം ഓടി ഈ പിന്നെ ഹസ്തിനപുരി എത്തിയിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ദുര്യോധനൻ അവസാന യുദ്ധത്തിൽ തോറ്റ് ഗന്ധർവൻ്റെ പിന്നെ ബന്ധനത്തിലായിട്ട് അർജുനനെയും ഭീമനെയും വിളിച്ച് കരഞ്ഞ് അവരാണ് ദയവ് കൊണ്ട് വന്ന് രക്ഷിക്കുന്നത്. ചിത്രരഥൻ തോൽപ്പിച്ച് രക്ഷിച്ച് അപമാനിതനായിട്ട് വരികയാണ്. അപമാനിതനായിട്ട് വരുന്ന സമയത്ത് കർണൻ വാതിൽ വന്ന് നോക്കുമ്പോഴേക്കും ഇയാൾ വരുന്നുണ്ട്. നീ ജയിച്ചല്ലോ പിന്നെ ദുര്യോധന, ചിത്രരഥനെ ജയിച്ചിട്ട് വരുന്നല്ലോ. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു നീ ഒന്നും പറയണ്ട, കാരണം നീ ഓടി വഴിക്ക് അല്ലേ ഇതുപോലും പുല്ലുമൂലം മുളക്കാത്ത ഓട്ടമാണ് നീ. എന്ത് ഓട്ടമാണ് ഓടിയത്? എന്നെ അവർ പിടിച്ച് കെട്ടിയിട്ട് ഞാൻ അർജുനൻ്റെയും ഭീമൻ്റെയും ദയ കൊണ്ട് നേടിയ ജീവിതമാണിത്. ജീവിതം ഞാൻ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ പിന്നെ പ്രായോപവേശം ചെയ്യാൻ വേണ്ടി പോയി. ദുര്യോധനൻ പ്രായോപവേശം ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന സമയത്ത് അവിടെയാണ് മഹാഭാരതത്തിൻ്റെ ഈ പിന്നെ ഒരു വലിയ ദാർശനികത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യുദ്ധം വാസ്തവ മനുഷ്യർ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല എന്നും ദൈവീശക്തിയും ആശ്രീ സമ്പത്തും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ്. ദുര്യോധനനെ ഈ അസുരന്മാർ പാതാളത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകണം. മായ കൊണ്ട് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് നേരെയാക്കുകയാണ്. നേരെയാക്കുക എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ മകനാണ് നീ എന്നാണ് പറയുന്നത്. പുത്ര എന്നാണ് വിളിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കാര്യം ചെയ്യാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചതാണ്, അല്ലാതെ നീ നിനക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്. ആസുരിക ശക്തികളുടെ മുഴുവൻ പ്രതിനിധിയാണ് നീ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിനക്ക് വേണ്ടി എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരും. ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജർമ്മനിയിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ജർമ്മനി പറയുന്നുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല. അമേരിക്ക പറയും ഇന്ത്യയിൽ ജനാധിപത്യം തീരെ ഇല്ല, അവിടെ വോട്ടിംഗ് മെഷീൻ ശരിയില്ല എന്നൊക്കെ അമേരിക്കയും ജർമ്മനിയും ഇവരൊക്കെ അവിടെയൊന്നും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ പറയാണ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഈ അസുരന്മാരുടെ ആവശ്യമാണ് ഇവിടെയുള്ള ഇത് കലക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് നീ അവിടെ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ശക്തി മുഴുവൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ ശക്തി നിന്നിൽ ആവേശിച്ചിട്ടുണ്ട്. നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശിവനെ തപസ് ചെയ്തു. ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശിവനെ തപസ് ചെയ്തിട്ട് ഞങ്ങൾ ആഭിചാര തപസ് ചെയ്തിട്ട് ശിവനൊരു വരം തന്നിട്ടുണ്ട്. എന്താ വരം തന്നത്? ദുര്യോധനൻ്റെ ഈ നാഭിക്ക് മുകളിലുള്ള അരക്ക് മുകളിലുള്ള ഭാഗങ്ങൾ വജ്രം പോലെ ഒരു ആയുധത്തിനും ഭേദിക്കാൻ പറ്റാത്ത പോലെ ഉറച്ചതാക്കിയിട്ട് ഞാൻ മാറ്റും എന്ന് പറഞ്ഞിട്ട് ശിവനൊരു വരം തന്നിട്ടുണ്ട്. അപ്പോൾ സമീപത്തിരിക്കുന്ന പാർവതി പറഞ്ഞു, ആ അരക്ക് മേലെ വജ്രം പോലെ ആണെങ്കിൽ താഴെ പൂ പോലെ ആകട്ടെ. അത് ലോകമാതാവല്ലേ, ലോകമാതാ അമ്മയുടെ ആ ഇതാണ്, ലോകത്തിൻ്റെ അമ്മയാണല്ലോ. മാതാജ പാർവതീ ദേവി പിതാജ പരമേശ്വരൻ എന്നാണല്ലോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മക്ക് അറിയാം ഇവൻ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ലോകം ഇവൻ വെച്ചേക്കില്ല. അപ്പോൾ അച്ഛൻ ഒരു വരം തന്നു, മേൽഭാഗം വജ്രം പോലെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ പൂ പോലെ മൃദുലമാകട്ടെ, ഒന്ന് തട്ടിയാൽ തന്നെ ആൾ പോവും, അങ്ങനെ ആകട്ടെ എന്നുള്ളൊരു വരം ശാപമോ വരമോ പാർവതിയും കൊടുത്തു എന്ന് അവിടെ അസുരന്മാർ പറയും. അതുപോലെ ഈ കർണനിൽ ഈ ഭഗവാൻ കൃഷ്ണൻ്റെ കൈകൊണ്ട് മരിച്ച നരകാസുരൻ്റെ ജീവാത്മാവ് കർണനിൽ ആവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർണന് കൃഷ്ണനോടും അർജുനോടും ജന്മനാ തന്നെ വൈരാഗ്യം വന്നു ചേർന്നത്, വിരോധം വന്നു ചേർന്നത്. ഭീഷ്മദ്രോണാദികളിലും ഞങ്ങളുടെ ശക്തി ഞങ്ങൾ ആവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ
ക്രൂരമായിട്ടുള്ള ഈ ഹത്യ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അവരിലൊക്കെ ഞങ്ങൾ ആവേശിച്ചുകൊണ്ട് യുദ്ധം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബാഹ്യമായ എല്ലാ സഹായവും ഞങ്ങൾ തരുന്നുണ്ട്, നീ ചെന്ന് ധൈര്യപൂർവ്വം യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനെ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയാൻ കാരണം ഈ കർണൻ്റെ ഉള്ളിൽ ഈ ഒരു ആസുരിക ശക്തി, നരകാസുരൻ്റെ ചൈതന്യം കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് അദ്ദേഹം അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് തോന്നുന്നു ഈ രഥം താഴ്ന്ന സമയത്ത് ഇദ്ദേഹത്തിന് വേറൊരാൾ രഥത്തിൽ ചാടി കയറാനും തോന്നിയിട്ടില്ല. ദുര്യോധനനോ അല്ലെങ്കിൽ പിന്നെ അശ്വത്ഥാമാവോ ഏതെങ്കിലും യോദ്ധാവ് തേരും കൊണ്ട് ഇദ്ദേഹത്തെ സഹായിക്കാൻ വന്നില്ല. സാരഥിയായിട്ടുള്ള ഈ ശല്യർക്ക് താഴെ ഇറങ്ങിയിട്ട് ഈ ചക്രം പോക്കാൻ നോക്കാമായിരുന്നു. ശല്യരെ അദ്ദേഹം അതിനോട് നിയോഗിക്കാതെ ഇദ്ദേഹം തന്നെ താഴെ ഇറങ്ങിയിട്ട് പിന്നെ പറയുകയാണ്, നീ ഇപ്പോൾ അമ്പ ചെയ്യാൻ പാടില്ല, ടൈം ഔട്ട് വേണമെന്ന് പറയുകയാണ്. കുറച്ച് നേരം നിർത്തിയിട്ട് യുദ്ധം ചെയ്യാതിരിക്കണം. അങ്ങനെ ഒരു നിയമം പിന്നെ യുദ്ധത്തിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ രഥം തകർന്ന യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ കർണൻ എത്രയോ ആളുകളെ കൊന്നതൊക്കെ ഈ രഥം തകർത്തിട്ട് സൂതനെ കൊന്നിട്ട് പുറകിൽ നിന്ന് അമ്പ ചെയ്തിട്ടൊക്കെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർണൻ എന്താണ് ധർമ്മം, നീ ഇപ്പോൾ ധർമ്മം പാലിക്കണം, നീ വേദം പഠിച്ചവനാണ്, നീ ശൂരനാണ്, ദിവ്യാസ്ത്രജ്ഞാനിയാണ്, യുദ്ധധർമ്മം അറിയുന്നവനാണ്, ഇപ്പോൾ നീ ശരം അയക്കാൻ പാടില്ല എന്ന് പിന്നെ സാധാരണ പറയാറുണ്ടല്ലോ. ഈ നമ്മളെ ജനാധിപത്യം, മതേതരത്വം പിന്നെ ഇതൊക്കെ തകർന്നു പോകുന്നു പറയും. ആരോടാ ഇത് പറയുക? ഇത് എപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ പറയുക, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, മതേതരത്വം തകരും. ഈ പറയുന്ന ആൾക്ക് ഇതൊന്നും ജനാധിപത്യം ബാധകമല്ല, പിന്നെ മതേതരത്വം ബാധകമല്ല. ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഇതുപോലെയാണ് കർണൻ പറയുന്നത്, നീ ധർമ്മം പാലിക്കണം, നീ ധർമ്മിഷ്ഠനാണ്. അപ്പം ഞാൻ പിന്നെ പണ്ടേ ആണല്ലോ, എനിക്ക് പിന്നെ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് കർണൻ പറയുന്നത്. നീ ധർമ്മിഷ്ഠനാണ്, പിന്നെ എന്നാൽ പിന്നെ ധർമ്മിഷ്ഠനാണ്, എന്തുകൊണ്ട് ഇവരുടെ രാജ്യം തിരിച്ചു കൊടുത്തില്ല? ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇത് ചോദിക്കാനും ഈ അർജുനൻ ആ സമയത്ത് തോന്നുന്നില്ല, ശരിയാണ്, ഞാൻ ധർമ്മിഷ്ഠനാണ്, ഞാൻ അമ്പ ചെയ്യാൻ പാടില്ല, ഞാൻ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കേണ്ടവനാണ് എന്ന് ചിന്തിച്ച് ഇദ്ദേഹം അപ്പോഴാണ് ഭഗവാന്റെ വാക്കുകൾ ഒരു 9 ശ്ലോകങ്ങൾ അവിടെ പറയുന്നുണ്ട്. എല്ലാറ്റിനും അവസാനം കൊതേ ധർമ്മസ്തോഗത, നിൻ്റെ ധർമ്മം അപ്പോൾ എവിടെ പോയിരുന്നു? അഭിമന്യുവിനെ കൊല്ലുന്ന സമയത്ത് പാഞ്ചാലിയുടെ മുടി വലിച്ചഴിച്ച് സഭയിൽ ചെയ്യുന്ന സമയത്ത് പാഞ്ചാലിയുടെ അടുത്ത് നോക്കി ശരീരത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചു ഇയാൾ. അത് എടുത്ത് പറയുന്നു കൃഷ്ണൻ. അടുത്ത് പോയിട്ട് ഒരു സ്ത്രീയെ, ഏകവസ്ത്രധാരിണിയായ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് കളിയാക്കിക്കൊണ്ട് ചിരിച്ചു എന്നുള്ളതും, അതുപോലെ മറ്റു ഭർത്താക്കന്മാരെ നീ വരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു, കള്ളച്ചൂതന് കൂട്ടുനിന്നു, അരക്കില്ലത്തിന് തീ വെച്ച്, ഈ ഓരോ സംഭവങ്ങൾ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഭഗവാൻ ചോദിക്കുന്നത്. അത് കേട്ട് ലജ്ജയാവനതോ ഭൂത്വ നോത്തരം കിഞ്ചിത് ഉക്തവാൻ, കർണൻ ലജ്ജിച്ച് ഉത്തരം പറയാൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അവനെ കൊല്ലൂ അർജുന എന്ന് പറഞ്ഞു. ഇനാതനായനെ വധിക്ക വൈകാതെ. അപ്പോഴും അർജുനൻ അമ്പ ചെയ്തില്ല. അമ്പ ചെയ്തത് കർണനായിരുന്നു. ആ സമയത്ത് കർണൻ ചാടി രഥത്തിൽ കയറിയിട്ട്, ചക്രമലതാണ് പോയില്ല, രഥം അവിടെ ഉണ്ടല്ലോ, രഥത്തിൽ ചാടി കയറി നിന്നുകൊണ്ട് അർജുനൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് കഴിഞ്ഞ പ്രഭാഷണത്തിലൂടെ ഞാൻ ഈ സന്ദർഭം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അത്ര ലോകം മുഴുവൻ ദഹിപ്പിക്കുന്ന ഒരു അസ്ത്രമാണ്. അർജുന അത് പ്രത്യസ്ത്രമായിട്ട് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു. ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിലുണ്ടാകുന്ന വലിയ ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ അദ്ദേഹം താഴെ വീണ്ടും ചാടി ഇറങ്ങിയിട്ട് ഇത് തേര് ഉയർത്താനാണ് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ബ്രഹ്മാസ്ത്രത്തെ അദ്ദേഹം തടഞ്ഞു. പിന്നെ അർജുനൻ ആഗ്നേയാസ്ത്രം തൊടുത്ത് വിട്ടു. ഇതിന് വാരുണാസ്ത്രം അദ്ദേഹം പ്രയോഗിച്ചു. കർണൻ ജീമൂതാസ്ത്രം പ്രയോഗിച്ചു. അതിന് വായവ്യാസ്ത്രം കൊണ്ട് അതിനെ അർജുനൻ പ്രതിരോധിച്ചു. പിന്നെ അദ്ദേഹം ഒരു അതിശക്തമായിട്ടുള്ള ഒരു അസ്ത്രം അർജുനൻ്റെ തോളിൽ കൊള്ളിച്ച് അത് അർജുനനെ തളർത്തുന്നു. ശ്രദ്ധഹസ്ത ഗാണ്ഡീവ, ഇതിൻ്റെ കയ്യിൽ ഈ ഗാണ്ഡീവം ഊർന്നു പോകുന്ന രീതി അർജുനൻ തളർന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം ചാടി ഇറങ്ങി ഈ തേര് വീണ്ടും ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, ഇവനിപ്പോൾ തേരില്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന മനസ്സിലായി. രഥത്തിൻ്റെ ചക്രം താഴ്ന്നു പോയാലും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ഇവന് തടസ്സമൊന്നുമില്ല. അപ്പോൾ അവൻ അത്ര ദുർബലനൊന്നുമല്ല. ചിന്ത്യസ്യ മൂർധാനമരേശ്വരേണ, അവൻ്റെ കഴുത്ത് അറക്കേണ്ട സമയം ഇപ്പോഴാണ് എന്ന് പറഞ്ഞു. അർജുനൻ സാധാരണ ഈ യുദ്ധത്തിൻ്റെ ഈ കൊല്ലുന്നതിൻ്റെ ഒരു ക്രമമുണ്ട്. ആദ്യം കൊടിമരം മുറിക്കുക എന്ന, കൊടിമരം മുറിച്ച് ഒരു അമ്പ കൊണ്ട്
അതൊരു സൂചനയാണ്. ഈ കൊടിമരം മുറിയുന്ന പോലെ എന്നിട്ട് തലയും മുറിയുന്നുള്ള സൂചനയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സമയം കൊടുക്കുകയാണ്. ആ കൊടിമരം മുറിച്ചതിന് ശേഷം ഈ ആഞ്ജലികം എന്ന അസ്ത്രം കൊണ്ട് കർണൻ്റെ ശിരസ് ഛേദിച്ച് വീഴ്ത്തുന്നു. അപ്പോൾ അർജുനൻ പറയുന്നു, ഞാൻ ഗുരുക്കളെ സേവിച്ചിട്ടുണ്ട്, ഗുരുക്കന്മാരെ സേവനം ചെയ്തിട്ടുണ്ട്, തപസ്സും ചെയ്തിട്ടുണ്ട്. ആ തപസ്സും എൻ്റെ സത്യത്തിൻ്റെ പ്രഭാവവും കൊണ്ട് ഈ കർണൻ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തൻ്റെ ശക്തി കൊണ്ടല്ല, എല്ലാം തപസ് കൊണ്ടും ഈശ്വര അനുഗ്രഹം കൊണ്ടും അതുപോലെ സ്വന്തം ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നേടേണ്ടതാണ് വിജയം എന്നുള്ളതായ ധർമ്മബോധം അപ്പോഴും അർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ കർണനെ വീഴ്ത്തുന്ന ആ രംഗം, ഇത്തരം ഈ ഭാഗങ്ങൾ നമ്മൾ മഹാഭാരതത്തിൽ നമ്മൾ മുൻവിധിയില്ലാതെ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ആശയക്കുഴപ്പങ്ങളുണ്ടാവില്ല. മഹാഭാരതം നമ്മൾ ആ യുദ്ധഭൂമിയിൽ ഓരോരോ ഭാഗങ്ങളും സംഭാഷണങ്ങളും ആ ശ്ലോകങ്ങളും നമ്മൾ വായിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ദുര്യോധനൻ്റെ മരണവും അങ്ങനെയാണ്. ദുര്യോധനനെ കൊല്ലുന്ന സമയത്തും നമ്മുടെ സുനിൽ ഇളയടം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹാഭാരതം സാംസ്കാരിക ചരിത്രം വളരെ അബദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദുര്യോധനൻ ഇങ്ങനെ ആ ഹൃദത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തായിരുന്നു, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭീമനെ തന്നെ യുദ്ധം ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ മഹാബദ്ധമാണ്. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ദുര്യോധനനല്ല ഓപ്ഷൻ കൊടുത്തത്. ദുര്യോധനന് ഓപ്ഷൻ കൊടുത്തത് ആരായിരുന്നു? പാണ്ഡവന്മാരായിരുന്നു. എന്ന് മാത്രമല്ല, ദുര്യോധനൻ യുദ്ധത്തിൽ ഏകദേശം ഇങ്ങനെ വിജയശ്രീയിൽ ആളുകനായിട്ട് ആണ് ഇരുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പാണ്ഡവന്മാർ ജയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ദുര്യോധനൻ്റെ അവസ്ഥ ആ സമയത്ത് വളരെ ദീനമായ അവസ്ഥയായിരുന്നു. യുദ്ധത്തിൽ തോറ്റ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓടിച്ചെന്ന് ഈ തടാകത്തിൽ ഒളിച്ച് ഈ ജലസ്തംഭം ചെയ്തിട്ട് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചെന്ന് അദ്ദേഹത്തെ വീണ്ടും പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉയർന്ന് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് രാജ്യം വേണ്ട, നിങ്ങൾ രാജ്യം എടുത്തോ എന്ന് പറയുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, നിൻ്റെ ദാനം ചെയ്ത ഭൂമിക്ക് വേണ്ടിയല്ല ഞങ്ങൾ വന്നത്, നിന്നെ കൊന്നിട്ട് ആ അധികാരം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. യുദ്ധത്തിൽ നീ മരിച്ചിട്ട് ഞങ്ങൾക്ക് രാജ്യം കിട്ടിയാൽ മതി. കാരണം ഇത്രയും ആളുകളെ കൊല്ലാൻ കൊടുത്തതിന് ശേഷം നീ ഇപ്പോൾ നിൻ്റെ ഒരു ഔദാര്യം തരുന്ന പോലെ രാജ്യം നീ എടുത്തോ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. യുദ്ധം ചെയ്തിട്ട് ജയിച്ചാൽ നിനക്ക് രാജ്യം നേടാം. പക്ഷെ അവിടെ യുധിഷ്ഠിരൻ ഒരു മണ്ടത്തരം ചെയ്തു. യുധിഷ്ഠിരരാജാവ് പറഞ്ഞു, ഞങ്ങൾ 5 പേരിൽ ആരെങ്കിലും ഒരാളെ കൊന്നാലും നിനക്ക് രാജ്യം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരതത്തിൽ ക്രോധം വരുന്ന ഒരു സന്ദർഭം, ഭഗവാന്റെ ക്രോധം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത് ഈ സന്ദർഭത്താണ്. ഭഗവാൻ പറയുന്നു, വീണ്ടും ചൂതുകളി തുടങ്ങുകയാണെന്ന് വെച്ചു. വീണ്ടും ചൂതുകളി തുടങ്ങാനാണ് അങ്ങയുടെ ഭാവം. അന്നൊരു അബദ്ധം സംഭവിച്ചു. ഇന്നിപ്പോൾ ഈ ദുര്യോധനൻ്റെ ഒരടി കൊള്ളാൻ പോലും ഇതിൽ ആരും ശക്തിയുള്ള, അവനിപ്പോൾ തളർന്നിരിക്കുന്ന സമയത്ത് പോലും, കാരണം അവൻ്റെ ശക്തി എന്താണ്? അവൻ കൃതിയാണ്. ഭീമൻ ബലവാനാണ്. ബലി വേഴ്സസ് കൃതി എന്നാണ് ഭഗവാൻ പറയുന്നത്. കൃതി എന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിങ്. 13 വർഷം ഇദ്ദേഹം ഭീമൻ്റെ ഒരു ഇരുമ്പ് പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനോട് ഗദായുദ്ധം ചെയ്തിട്ട് നിരന്തരം പരിശീലിക്കുമ്പോൾ ഭീമൻ അവിടെ കിട്ടിയ പുല്ലും ഇതൊക്കെ തിന്നിട്ട് ജീവിക്കുകയാണ് കാട്ടിൽ. ശരീരം തളർന്നു. അതുപോലെ അദ്ദേഹത്തിന് വേണ്ടത് അഭ്യാസം ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന, പക്ഷേ ശക്തിയുണ്ട്. പക്ഷേ യുദ്ധത്തിൽ ശക്തി മാത്രമല്ല, അഭ്യാസബലവും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഭീമന് പോലും ജയിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് ആ യുദ്ധം മുന്നോട്ട് പോയി കുറേ യുദ്ധം ചെയ്തു. ബലരാമനൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, കാഴ്ചക്കാരനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഭഗവാൻ പറയുന്നത്, ഇങ്ങനെ പോയാൽ യുദ്ധം ജയിക്കാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, ദുര്യോധനൻ പലതവണ ചതിപ്രയോഗങ്ങൾ ചെയ്തു. ദുര്യോധനൻ ഭീമനെതിരായിട്ട് ചതിപ്രയോഗം ചെയ്തു. ഭീമൻ ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭഗവാന്റെ ഈ നിർദ്ദേശമനുസരിച്ച് അർജുനൻ തൻ്റെ സവ്യമൂരും ദർശ ഇടത് ഭാഗത്തെ തുടയിൽ അടിച്ച് സൂചന കൊടുക്കുകയാണ്. അവിടെയാണ് ഭീമന് ഈ കാര്യം ഓർമ്മ വരുന്നത്. താനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് കാര്യം ഓർമ്മ വരുന്നു. അപ്പോൾ ദുര്യോധനൻ ഇദ്ദേഹത്തെ ആ ശ്ലോകം, അവസ്ഥാനേ മതിം കൃത്വ പുത്രസ്തവ മഹാമനാഹ
യേഷോത്പതിതം രാജൻ ഛലയുഷ്യൻ വൃകോദരം. ഭീമനെ വഞ്ചിച്ചുകൊണ്ട്, ഛലയുഷ്യൻ ഭീമനെ വഞ്ചിച്ചുകൊണ്ട് ഭീമൻ്റെ മേലെ ചാടി വീഴാൻ വേണ്ടിയിട്ട് ഉയർന്നു പൊങ്ങി ചാടി ഒരു ചാട്ടം ചാടുകയാണ് ദുര്യോധനൻ. അങ്ങനെയാണ് ആ സമയത്താണ് ഭീമൻ ഈ ഗദ ഈ തുടയിൽ കൊള്ളുന്ന രീതിയിൽ ഗദ ഇങ്ങനെ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് അടിക്കുകയോ ചെയ്ത് ആ അടിയിലാണ് അദ്ദേഹം പുഷ്പസമമായ ആ ഊരുക്കളാണ് എന്ന് പറഞ്ഞു നേരത്തെ അദ്ദേഹം അവിടെ വീഴുന്നത്. അപ്പോൾ ചാടി വന്നത് ആരാണ്? ബലരാമനാണ് ചാടി വന്നത്. ഇത് ശരിയല്ല, അദ്ദേഹം അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ല, ഈ നാഭിക താഴെ അടിക്കുന്നത് ശരിയല്ല, തെറ്റായ രീതിയാണ് എന്ന് പറഞ്ഞ് ഭീമനെ അടിക്കാൻ പോകുമ്പോൾ ഭഗവാൻ ബലരാമനെ പിടിച്ച് നിർത്തുകയാണ്. നിർത്തിയിട്ട് പറഞ്ഞു, അങ്ങ് പറയുന്നത് ശരിയല്ല, യുദ്ധ നിയമം ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അല്ലേ ഇങ്ങനെയാണ്, ഇതുവഴിയാണ് എയർ ഫോഴ്സായിട്ടാണ് ആക്രമിക്കുന്നത്. നസ്ഥാനേ നജമണ്ഡലേ, ഭഗവാൻ ന്യായം പറയാണ്. ഭൂമിയിൽ വെച്ചല്ല, പിന്നെ മണ്ഡലമുണ്ട്, ഒരു വൃത്തം വരച്ച ആ വൃത്തത്തിനകത്താണ് ഈ വിരുദ്ധം. ആ വൃത്തത്തിൻ്റെ പുറത്ത് ആ നിയമം ബാധകമല്ല, ആകാശത്തിലും ഈ നിയമം ബാധകമല്ല. അപ്പോൾ ഭൂമിയിലോ ഈ മണ്ഡലത്തിലോ അല്ലാതെ ചാടി വീഴുന്ന സമയത്ത് അവിടെ ആകാശത്തിലെവിടെയെങ്കിലും വായുവിലെവിടെയും ഈ അങ്ങ് പറയുന്ന നിയമമില്ല. അതുകൊണ്ട് യുദ്ധ മര്യാദ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ യാതൊരു തെറ്റും പറയാനില്ല. ഭഗവാൻ പറയുന്നു, അങ്ങ് ഒരുപാട് ശാസ്ത്രം പഠിച്ച ആളല്ലേ, ബൃഹസ്പതിയുടെയും ശുക്രൻ്റെയും നീതി അങ്ങ് പഠിച്ചിട്ടില്ലേ? ഒരു ശാസ്ത്രം മാത്രമല്ല നമുക്കുള്ളത്, അത് നമുക്ക് ശാസ്ത്ര വൈവിധ്യമുണ്ട്. അപ്പോൾ ബൃഹസ്പതിയുടെയും ശുക്രൻ്റെയും നീതി പഠിച്ച ആൾക്കറിയാം യുദ്ധത്തിൽ ശത്രുവിനെ കൊല്ലുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ പ്രഥമ ധർമ്മം എന്ന് പറയുന്നത്. അവിടെ വേറെ ധർമ്മം വെച്ച് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതൊന്നും ഇവിടെ ബാധകമാകുന്നില്ല. അപ്പോൾ ബൃഹസ്പതിയുടെയും ശുക്രൻ്റെയും നീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭീമൻ ചെയ്തത് തെറ്റല്ല എന്ന് അവിടെ ഭഗവാൻ പറയുന്നു. ബലരാമനെ എങ്ങനെയൊക്കെയോ അവിടുന്ന് പറഞ്ഞേക്കുന്നു, ഒരു വിധത്തിൽ അവിടുന്ന് പറഞ്ഞു. അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ കാര്യം കൊണ്ട് ദുര്യോധനൻ്റെ യശസ്സ് വർദ്ധിച്ചു, ഭീമന് ദുഷ്കീർത്തി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇതൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി എന്നാണ്. അദ്ദേഹം പോയി, ദുര്യോധനൻ അവിടെ വീണു. പിന്നെ ഇവിടെ പല സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടായി. ദുര്യോധനൻ ഭഗവാനെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നെ പല കാര്യങ്ങളും ചോദിക്കുന്നു. ഭഗവാൻ അതിന് കൃത്യമായ മറുപടി പറയുന്നു. ഭീമൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് മൈത്രേയ മഹർഷിയുടെ ശാപമുണ്ട്. ഈ ദുര്യോധനൻ്റെ തുടയിലടിച്ചിട്ട് കൊല്ലുമെന്ന്. കാരണം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഈ തുടയിലടിച്ച് ചിരിച്ചത് കൊണ്ട് മൈത്രേയ മഹർഷി ശപിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ചെയ്ത അദ്ദേഹത്തിന് ചതികളെക്കുറിച്ച് പറയുന്നു. പിന്നെ 11 അക്ഷൗഹിണി ഒരു ഭാഗത്തും 7 അക്ഷൗഹിണി മറുഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഉപായം കൊണ്ട് മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം. ഇങ്ങനെ നിരവധി ന്യായവാദങ്ങൾ ഭഗവാൻ ഉദ്ധരിച്ചുകൊണ്ട് ദുര്യോധനൻ്റെ ആ വാദങ്ങളെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടിക്കൃഷ്ണമാരാരെ മറ്റും അവിടെ ഉപോദ്ബലകമായിട്ട് പറഞ്ഞത് ദുര്യോധനൻ പറഞ്ഞു നിർത്തിയപ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നുള്ളതാണ്. ഈ മഹാഭാരതത്തിൽ പല സ്ഥലങ്ങളിൽ ഈ പുഷ്പവൃഷ്ടി കാണാം. ഒന്ന് ഭീഷ്മർ പ്രതിജ്ഞ ചെയ്ത സമയത്ത് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഒരു വലിയ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ അച്ഛന് വിവാഹം കഴിക്കാൻ വേണ്ടി മകൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഒരു വ്യക്തി എന്ന രീതിയിൽ അച്ഛന് വേണ്ടിയിട്ട് മകൻ ചെയ്യുന്നൊരു ത്യാഗമാണത്. പക്ഷേ അതിനേക്കാളും വലിയ പ്രതിജ്ഞയാണ് യുധിഷ്ഠിരൻ ചെയ്തത്. 13 വർഷം ഒരാളോട് ഞാൻ അപ്രിയം പറയില്ല, കാരണം ലോകനാശം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും ഞാൻ അപ്രിയം പറയാതെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞ, ആർക്കും അഹിതം പറയില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പാരുഷ്യം പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ചൂതുകളിയിൽ ശൗര്യ പറയുന്ന ഒക്കെ പണയം വെക്കുകയും എല്ലാം അംഗീകരിച്ച് കൊടുക്കുകയും ഞാൻ ജയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ച് കൊടുത്തിട്ടാണ് രാജ്യവും ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹം പോകാൻ തയ്യാറായത്. അത് വാസ്തവത്തിൽ ഒരു ലോകസംഗ്രഹാർത്ഥം ലോകഹിതത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത വലിയൊരു ശപഥമായിരുന്നു അദ്ദേഹത്തിന്. ആ ശപഥം പക്ഷേ മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയ പല പണ്ഡിതന്മാരും കണ്ടില്ല എന്നടിച്ചിട്ടുമുണ്ട്. സഭാപർവ്വത്തിലെ 46-ാമത്തെ അധ്യായം മഹാഭാരതത്തിന് ആസ്വാദനം എഴുതിയവർ പലരും അതിനെ മനഃപൂർവ്വം ഒന്ന് തുറവൂർ വിശ്വംഭരൻ മാഷ് അത് എടുത്ത് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും അതിനെ വിസ്മരിച്ചുകൊണ്ട് ഭീഷ്മ ശപഥത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭീഷ്മരുടെ ശപഥം കൊണ്ട് വാസ്തവ ഒരു നാടിന് ഗുണമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു പ്രതിജ്ഞ എന്നതുപരിയായിട്ട് അദ്ദേഹത്തിന് പിന്നെ നാടിനെ വേണ്ടി ഒന്നും ചെയ്തില്ല. ഭീഷ്മര ആ ശപഥം കൊണ്ടാണ് വാസ്തവത്തിൽ ഈ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരും പാണ്ഡവും ഒക്കെ ഈ ആ വംശത്തിന് ഒരു വലിയൊരു പിന്നെ
നാശം സംഭവിക്കാനുള്ള കാരണം ഭീഷ്മർ അന്ന് വിവാഹം ചെയ്തിട്ട് നല്ല രീതിയിൽ രാജ്യം ഭരിച്ചിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്, ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഭീഷ്മരുടെ പ്രതിജ്ഞയ്ക്ക്. പിന്നെ അതേ സമയത്ത് ഈ യുധിഷ്ഠിരൻ്റെ പ്രതിജ്ഞ നമ്മൾ പലപ്പോഴും തമസ്കരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ രീതിയിൽ ഉപായങ്ങളെ കൊണ്ട് കൊല്ലേണ്ടവരായിരുന്നു, മിഥ്യാബദ്ധ്യ, അവരൊക്കെ തന്നെ ആ രീതിയിൽ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ന്യായം ഭഗവാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനൊക്കെ ഉപരിയായിട്ട് അവർ കൂടുതൽ ശക്തന്മാരുമായിരുന്നു, എണ്ണം കൊണ്ടും അവർ വലുതായിരുന്നു. അപ്പോൾ എണ്ണത്തിൽ കൂടുതലും ശക്തന്മാരുമായിട്ടുള്ള ആളുകൾ മറുപക്ഷത്ത് ഉണ്ട് എന്ന് കരുതിയിട്ട് ധർമ്മം ജയിക്കാൻ പാടില്ല എന്ന് നോക്കാൻ പറ്റും. ഇതാണ് മഹാഭാരത വരുന്നൊരു ചോദ്യം. മറുപക്ഷത്ത് അതിശക്തന്മാരാണ്, ആർക്കും കീഴടക്കാൻ പറ്റാത്ത യോദ്ധാക്കളാണ് മറുപക്ഷത്തുള്ളത്. അതുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ തന്നെ ധർമ്മമാണ് എന്ന് കരുതിയിട്ട് ധർമ്മത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യണം? അവരെ ഏത് രീതിയിലും അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ധർമ്മം പാലിക്കുക എന്നുള്ളതൊരു പ്രധാന ഒരു കാര്യമാണ്. അവിടെ യുദ്ധധർമ്മം എന്ന് പറയുന്നത് വ്യാപകമായിട്ടുള്ള ഒരു ലോകധർമ്മം അല്ലെങ്കിൽ ഒരു പ്രപഞ്ചധർമ്മമുണ്ട്. ശക്തി ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു ശക്തന് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു കാട്ട് നിയമമുണ്ട്, കാടിൻ്റെ നിയമമുണ്ടല്ലോ. ആ കാടിൻ്റെ നിയമം മനുഷ്യർക്കിടയിൽ വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. അവിടെ അപ്പോൾ യുദ്ധധർമ്മം ഒരു ഭാഗത്തും മറുഭാഗത്ത് ഈ പ്രപഞ്ചധർമ്മവും ഉണ്ടെങ്കിൽ ഏത് തട്ടം താഴ്ന്നു നിൽക്കാണ്ട് പ്രപഞ്ചധർമ്മം താഴ്ന്നു നിൽക്കണം. ലോകഹിതം, മനുഷ്യവംശത്തിൻ്റെ ഹിതം അവിടെ പ്രധാനമാണ് എന്നുള്ളതും, യുദ്ധധർമ്മം എന്ന് പറയുന്നത് അവിടെ ചെറുതാണെന്നും, ഈ ധർമ്മങ്ങൾ തമ്മിലുള്ള ഈ ഒരു പിന്നെ പരസ്പരമുള്ള ഒരു താരതമ്യമാണ് എവിടെയും നമ്മൾ ചെയ്യേണ്ടത്. രാമായണത്തിലും ഈ ധർമ്മം വരുന്നുണ്ടല്ലോ. ഭഗവാന്റെ സീതാപരിത്യാഗത്തിൽ ഒരു ഭാഗത്ത് ഭർത്തൃധർമ്മവും മറുഭാഗത്ത് രാജധർമ്മവുമാണ്. അപ്പോൾ രാജധർമ്മം താഴ്ന്നു നിൽക്കുന്നത്, രാജധർമ്മം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ ധർമാധർമ്മങ്ങളുടെ ഒരു വിവേചനം നമ്മൾ യുക്തിപൂർവം ചെയ്താൽ മാത്രമേ മഹാഭാരതത്തിൻ്റെ ഈ ധർമ്മദർശനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മഹാഭാരതത്തിൽ നമ്മൾ മഥനം ചെയ്യേണ്ട കാര്യവും. ധർമ്മം ഏത്, അധർമ്മം ഏത്? ഒരു ധർമ്മമുണ്ട്, അതിനേക്കാൾ വലിയ ധർമ്മം ഉണ്ടെങ്കിൽ ആ വലിയ ധർമ്മത്തിന് വേണ്ടിയിട്ട് ചെറിയ ധർമ്മത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ധർമ്മത്തിൻ്റെ രഹസ്യമാണ്. ആ ധർമ്മം അത് കാലത്തിനും ദേശത്തിനും അനുസരിച്ചിട്ട് ചിന്തിച്ച് വൃദ്ധന്മാർ പറയുന്നതും ബ്രാഹ്മണൻ പറയുന്നത്, ഭഗവാൻ പറയുന്നത്, വേദങ്ങളെ നിഷ്കർഷിക്കുന്നത്, ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് എന്നുള്ള ഒരുപാട് അതിൻ്റെ ചില എന്താ പറയുക, അതിന് ഈ മൂല്യനിർണ്ണയത്തിനുള്ള ഉപാധികളുണ്ട്. ആ ഉപാധികളെ വെച്ചുകൊണ്ടും മഹാഭാരതത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കണമെന്നാണ്. കുറച്ച് നീണ്ടുപോയി എന്നറിയാം, എന്നിരുന്നാലും ഏകദേശം ആ വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് സംവാദങ്ങൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്, വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോക്കിയിട്ട് പിന്നെ പറയാമെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മഹാഭാരതം എന്ന് പറയുന്ന വലിയ മഹാസമുദ്രത്തിൻ്റെ വളരെ ചെറിയ ചില കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ജീവിതകാലം കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലുള്ള എൻ്റെ ഒരു അറിവ് വെച്ചുകൊണ്ടുള്ള മറുപടി തരാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.